Asato ma satgamaya Tamaso ma jyotirgamaya Mrityorma mrutangamaya Om Shanti Shanti Shanti. Namaste, namaste. Hope all of you can hear. Yeah. Okay, so അഞ്ചാമത്തെ അധ്യായം നമുക്ക് ഇന്ന് രണ്ടാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച 24 ശ്ലോകം അല്ല 18 ശ്ലോകം വരെ. ഓക്കെ, അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യം അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ അർജുനൻ്റെ വിഷാദയോഗത്തിൽ വി വർ ആക്ച്വലി ഗീത ഇൻ്റലിജൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ വി വർ ലുക്കിംഗ് അറ്റ് ദി ആസ്പെക്ട്സ് ഓഫ് സെൽഫിഷ്നെസ് വേഴ്സസ് സെൽഫ്ലെസ്നെസ്. അപ്പോൾ സ്വാർത്ഥ താല്പര്യത്തോടു കൂടിയുള്ള പ്രവർത്തനവും സ്വാർത്ഥത ഇല്ലാണ്ടുള്ള പ്രവർത്തനവും അത് തമ്മിലുള്ള ഒരു വാർ. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ദ Bhagavad-Gita is picturizing, and then the solutions for selflessness to triumph. അപ്പോൾ കൺഫ്യൂഷൻ ഓഫ് മൈൻഡ്, അത് കാരണം ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിലുള്ള കൺഫ്യൂഷനാണ് അർജുനൻ്റെയും കൺഫ്യൂഷൻ. അത് കാരണം നമുക്ക് ആ കൺഫ്യൂഷൻ കൊണ്ടുണ്ടാകുന്ന ഇല്ലോജിക്കൽ തിങ്കിങ്, ആ ഇല്ലോജിക്കൽ തിങ്കിങ്ങിന് കൊണ്ടുണ്ടാകുന്ന ഡൈലമ, അതാണ് അർജുന വിഷാദയോഗം. അതിൽ നിന്ന് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കിടക്കുമ്പോൾ ശ്രീകൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന ഉപദേശങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ ഒരു സമ്മറിയാണ് ഭഗവത്ഗീതയുടെ രണ്ടാം അധ്യായത്തിൽ. സ്റ്റാർട്ടിങ് വിത്ത് നോളജ് ഓഫ് ദ സെൽഫ്, ആത്മാവിനെ പറ്റിയിട്ടുള്ള ഒരു ഇനീഷ്യലായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. അത് കഴിഞ്ഞിട്ട് കർമ്മം, ലോ ഓഫ് കർമ്മം, കർമ്മയോഗത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. അത് പിന്നെ മനസ്സിൻ്റെ പ്യൂരിഫിക്കേഷൻ, റിഫൈൻമെൻറ്റ് പ്രോസസ്സ്, ഭക്തിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു സമ്മറി. അങ്ങനെ ഉണ്ടാകുന്ന സ്റ്റെഡിനെസ് ഓഫ് ഇൻ്റലക്റ്റ്, അതായത് ആ ബുദ്ധി സ്ഥിരത ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് രണ്ടാമത്തെ അധ്യായത്തിൽ ഒരു സമ്മറി എന്നുള്ള നിലയിൽ പറഞ്ഞു. പിന്നീട് 3 മുതൽ കർമ്മയോഗമാണ്. മൂന്നാം അധ്യായത്തിൽ കർമ്മയോഗം, സെൻസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് റൈറ്റ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ട്രൂ ലീഡർഷിപ്പ്, അതൊക്കെ അതിൽ പ്രതിപാദിച്ചു. പിന്നെ സീക്രട്ട് ഓഫ് സക്സസ് ആൻഡ് ഹൗ ദി ആത്മാവാണ് ഏറ്റവും വളരെ സട്ടിലായിട്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് പ്രകാശിച്ച് നമ്മുടെ സെൻസസ്, മൈൻഡ് ആൻഡ് ഇൻ്റലക്റ്റ്, അതിനെ ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ പ്രചോദനം നൽകിക്കൊണ്ട് ഇരിക്കുന്ന ആ ആത്മതത്വത്തിനെ പറ്റിയിട്ടും അതിന് സംസാരിച്ചു. നാലാമത്തെ അധ്യായത്തിലേക്ക് ജ്ഞാനത്തിൻ്റെ ശക്തി കൊണ്ട് ആ കർമ്മത്തിനെ എങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഉദാത്തമാക്കി മാറ്റാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അവിടെ 4ാം അധ്യായം. അപ്പോൾ അതിൽ ആ നോളജിൻ്റെ, കർമ്മത്തിലേക്ക് നോളജ് കൊണ്ടുവരുന്നതിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ സാക്രിഫൈസസിനെ പറ്റി പറഞ്ഞു. എന്നിട്ട് ബ്രഹ്മം തന്നെ സാക്രിഫൈസസിലാണ് റെസ്റ്റ് ചെയ്യുന്നതെന്നും, അപ്പോൾ അതിൽ നിന്ന് ആ ജ്ഞാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സാക്രിഫൈസ് ബേസ്ഡ് ആയിട്ടുള്ള യജ്ഞഭാവത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ചിന്താശക്തിയിൽ വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ, അപ്പോൾ അതിന് ഫണ്ടമെൻ്റൽ ആപ്റ്റിറ്റ്യൂഡ്സിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം അറ്റാച്ച്ഡ് ആക്ഷൻ ആൻഡ് ഡിറ്റാച്ച്ഡ് ആക്ഷൻ, അപ്പോൾ അതിനെ പറ്റി നമുക്ക് ആ കർമ്മബന്ധത്തിൽ ഏർപ്പെട്ട് ഇരിക്കുന്നത് എന്താണെന്നും കർമ്മബന്ധം ഇല്ലാണ്ട് പ്രവർത്തിക്കുന്നത് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ട്രാൻസ്ഫോർമേഷൻസ് ഓഫ് ദ സെൽഫ്, നമ്മുടെ ഉള്ളിലുള്ള ആത്മതത്വം നമ്മളിലൂടെ എങ്ങനെയൊക്കെയാണ് പുറത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞു. പിന്നീട് എക്സ്റ്റേണൽ സാക്രിഫൈസസ്, നമുക്ക് പുറമേ നടത്തുന്നതായിട്ടുള്ള നമ്മളുടെ ഈ ത്യാഗ പ്രവർത്തനങ്ങൾ, യജ്ഞങ്ങൾ, അത് എന്താണെന്നും, അതുപോലെ നമ്മളുടെ ഉള്ളിൽ തന്നെ നടത്തേണ്ടതായിട്ടുള്ള സാക്രിഫൈസസ്, നോളജ് സാക്രിഫൈസസ് എന്ന് പറയും, അതിനെ പറ്റിയിട്ടും സംസാരിച്ചു. അത് 4ാമത്തെ അധ്യായത്തിൽ. പിന്നീട് 5ാമത്തെ അധ്യായത്തിൽ റിനൗൺസിയേഷനെ പറ്റിയിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ റിനൗൺസിയേഷനെ പറ്റിയിട്ട് നമ്മൾ ഇതുവരെ കണ്ടത് എന്തൊക്കെയാണ്? ഒന്ന്, നോളജ് ബേസ്ഡ് റിനൗൺസിയേഷൻ ആൻഡ് സെൽഫ്ലെസ് ആക്ഷൻ. അതായത് ഈ നേരത്തെ പറഞ്ഞ കർമ്മയോഗവും കർമ്മജ്ഞാനയോഗവും ഇത് രണ്ടല്ല, 2 വഴികളല്ല, രണ്ടും ഒന്ന് തന്നെയാണെന്നും, അതായത് 3ാമത്തെ അധ്യായത്തിലും 4ാമത്തെ അധ്യായത്തിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ. ആൻഡ് സെൽഫ്, പിന്നെ അടുത്ത ഒരു തത്വം എന്താണെന്ന് വെച്ചാൽ, സെൽഫ് അകത്ത് നമ്മളുടെയൊക്കെ ആത്മാവെന്ന് പറയുന്നത് ഈ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെയും ബുദ്ധിയെയും
അതിന് ജീവൻ നൽകുന്നൊരു ശക്തിയാണ് അത്. പക്ഷെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ശരീരത്തിൻ്റെയൊക്കെ ഗുണങ്ങളാണ് നമ്മളെ പല വിധത്തിലാക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആത്മതത്വം തന്നെയാണ് എന്ന് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അറ്റാച്ച്ഡ് ആക്ഷൻസ് എന്താണെന്നും ഡിറ്റാച്ച്ഡ് ആക്ഷൻസ് എന്താണെന്നും അതിൻ്റെ ഒരു കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ തന്നു. നമുക്ക് നമുക്ക് മുകളിലുള്ള ആൻറ്റിസിപ്പേഷൻ, അറ്റൈൻമെൻറ്റ് ആൻഡ് എൻജോയ്മെൻറ്റ് ഓഫ് ഹാപ്പിനെസ്, അത് ഏത് ടൈപ്പ് പിന്നെ പ്ലഷേഴ്സ് ഓഫ് ദ BMI, അതാണ് അറ്റാച്ച്ഡ് ആക്ഷൻസ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പുറമേയുള്ള ബാഹ്യമായിട്ടുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ സെൻസസിന് വേണ്ടിയിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന മനസ്സിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ അറ്റാച്ച്ഡ് ആക്ഷൻസ് ആണെന്നും, അതല്ലാണ്ട് ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കുമ്പോൾ അത് ഡിറ്റാച്ച്ഡ് ആക്ഷൻസ് ആയിട്ട് മാറും എന്നും പറഞ്ഞു. സെൽഫ്ലെസ്നെസ് വിത്ത് ഇക്വാനിമിറ്റി ആൻഡ് ഇക്വിപ്പോയിസ് റിസൾട്ട്സ് ഇൻ പീസ്. അപ്പം നമുക്ക് ആ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സ്ഥിരത അത് ഉപയോഗിച്ചുകൊണ്ട് നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ശാന്തിയും സമാധാനവും കിട്ടുക. അതേമാതിരി സെൽഫിഷ് ആണെങ്കിലോ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സന്തോഷത്തിന് വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളുടെ ചിന്താശക്തിയും ചിന്തയുടെയും നമ്മുടെ കഴിവ്, പ്രവർത്തനങ്ങളുടെ മറ്റേ വ്യാപ്തിയും ഒക്കെ പരിമിതപ്പെട്ടു പോകും. അങ്ങനെ അത് കാരണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഈ ലോകം നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കാണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അതാണ് ബി ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ലെറ്റ് ദ വേൾഡ് ബി ഇൻ യു. അതാണ് റിനൻസിയേഷൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ്. ബിക്കോസ് എന്തുകൊണ്ടാണ് അത്? സെൽഫ് ഇസ് നോട്ട് ദി ഏജൻസി ഫോർ ദി ആക്ഷൻ. സെൽഫ് അല്ല പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ എന്താ പറയുക, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുക, അത് പ്രവർത്തിപ്പിക്കാനുള്ള ശക്തി നൽകുന്നു മാത്രം. എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നുള്ളത് സെൽഫിൻ്റെ കയ്യിലല്ല ഉള്ളത്. അത് നമ്മുടെ മനസ്സ്, ബുദ്ധി, ശരീരത്തിൻ്റെ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആൻഡ് ദ ലോങ്ങിങ് ഫോർ ദി റിസൾട്ട്സ്, അതുമാതിരി അതിൽ നിന്ന് എന്ത് കിട്ടണമെന്നുള്ള ആഗ്രഹമൊക്കെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും അല്ലാണ്ട് ആത്മ ചൈതന്യത്തിൻ്റെ ആഗ്രഹങ്ങളല്ല അതൊന്നും. അത് ആത്മാവിന് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. ആൻഡ് അത് അസോസിയേഷൻ വിത്ത് ദ റിസൾട്ട്സ്, അത് ആഗ്രഹിക്കുകയും അതുമായി അത് നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നത് ഒക്കെ മനസ്സും ബുദ്ധിയും ശരീരവുമാണ്. നമ്മളുടെ ഉള്ളിലത്തെ ആ ഗുണങ്ങൾ, സാത്വരജസ്തമോ ഗുണങ്ങളാണ് ഇതിനെയെല്ലാം ഡ്രൈവ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ 5ാമത്തെ അധ്യായത്തിൽ ഇതുവരെ കണ്ടത്. ഇനി അതായത് അപ്പോൾ ഇത് നമ്മൾ എത്ര ശ്ലോകങ്ങളായിരുന്നത് ഓർമ്മയില്ല. 14 ശ്ലോകങ്ങളാണ്. 14 ശ്ലോകത്തിൽ കവർ ചെയ്തത് അതാണ്. ഇനി അതൊന്നും കൂടി ഒരു ഐ വിൽ ഡിസ്ക്രൈബ് ദാറ്റ് ത്രൂ എ ഡയഗ്രാം. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ കേഴ്സർ കാണാമല്ലോ അല്ലേ? നിങ്ങൾക്ക് കേഴ്സർ കാണാമല്ലോ അല്ലേ? ഞാൻ കാണിക്കുന്നത്. ഓക്കെ. സോ വാസനകൾ, അതായത് ആനന്ദമയ കോശത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. അവിടെ ഇംപ്രഷൻസ്, ആൻറ്റിസിപ്പേഷൻ, അറ്റൈൻമെൻറ്റ് ആൻഡ് എൻജോയ്മെൻറ്റ്, അതായത് വാസനകളുണ്ട്. വാസനകളുടെ കൂടെ തന്നെ ഈ ബ്ലിസ്, ആത്മം, സച്ചിദാനന്ദം, ആനന്ദത്തിൻ്റെ സ്ഫുരണങ്ങൾ അവിടെയുണ്ട്. അത് ആ ആനന്ദമയ കോശത്തിൽ, അതുകൊണ്ടാണ് അതിനെ ആനന്ദമയ കോശം എന്ന് തന്നെ വിളിക്കുന്നത് വേദാന്തത്തിൽ. അപ്പം നമുക്ക് ആ പേരുകൾ ഓർത്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇംപ്രഷൻസ്, ആൻറ്റിസിപ്പേഷൻ, അറ്റൈൻമെൻറ്റ് ആൻഡ് എൻജോയ്മെൻറ്റ് ഓഫ് ദി ഹാപ്പിനെസ്സസ്, ഇത് എന്ന് പറയുന്ന സംഗതികൾ അവിടെയാണ്, അതിൻ്റെ റൂട്ട് അവിടെയാണുള്ളത്. അതായത് ഇറ്റ് ഈസ് ദ കോർ ഓഫ് എവ്രി ബീയിങ്. അവിടെ നിന്ന് പിന്നീട് ബുദ്ധിയുടെ വിജ്ഞാനമയ കോശമാണ് ബുദ്ധിയുടെ സ്ഥാനം. അപ്പോൾ അത് ഈഗോ ഈസ് എ പാർട്ട് ഓഫ് ദാറ്റ്. പിന്നെ ജഡ്ജ്മെൻറ്റ്സ്, ഇൻഫറൻസസ്, നമ്മുടെ പെർസെപ്ഷൻ, ജ്ഞാനേന്ദ്രിയങ്ങളുടെ വർക്കിംഗ്, ഇതൊക്കെ ഇൻ്റലക്ച്വൽ പാർട്ടാണ്. അതുമാതിരി തന്നെ മനസ്സ്, പിന്നീട് മനോമയ കോശം, അവിടെയാണ് വറി, ഇൻഡിസിഷൻ, പാഷൻസ്, പിന്നെ സെൻസസിൻ്റെ ഇമ്പയർമെൻ്റ് എന്നൊക്കെ പറയുന്ന ആ ഫങ്ഷണൽ പ്രോബ്ലംസ് വരുന്നത്. ആ ഇമോഷൻ കൊണ്ടുണ്ടാകുന്ന സംഗതികളെയൊക്കെ അവിടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് മനോമയ കോശത്തിലാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് അൾട്ടിമേറ്റ്ലി the senses and the body where the physical power, dexterity of skills etc rests. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഇവരാണ് ഏജൻസ്. ദീസ് ആർ ദ ഏജൻസ് ഫോർ അവർ ആക്ഷൻ. നമ്മളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ നിശ്ചയിക്കുന്നത് ഈ ഏജൻസാണ്. ഈ പറയുന്ന ആനന്ദമയ കോശം, വിജ്ഞാനമയ കോശം, മനോമയ കോശം ആൻഡ് പ്രാണമയ കോശ ആൻഡ് അന്നമയ കോശം. ഇത് രണ്ടും, പ്രാണമയ കോശവും അന്നമയ കോശവും ഒക്കെ ഞാൻ ഒരുമിച്ച് പവർ, ഡെക്സ്റ്ററിറ്റി, സ്കിൽസ് എന്നുള്ള 4ാമത്തെ ബ്രാഞ്ചിലാണ് ഇട്ടിരിക്കുന്നത്.
അപ്പോൾ ഇതാണ് ഏജൻസ് എന്ന് പറയുന്നത്. ഈ ഏജൻസ് കാരണമാണ് നമ്മളുടെ സ്വഭാവങ്ങൾ, നമ്മളുടെ പ്രവർത്തന ശൈലികൾ ഒക്കെ ഉണ്ടാവുന്നത്. അത് അവിടെ തന്നെ ഈഗോ, അതായത് ഇൻ്റലക്റ്റും മൈൻഡും എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ. ആ കോമ്പിനേഷനിലാണ് നമുക്ക് ഞാൻ ഇത് ഞാനാണ് ചെയ്യുന്നത്, എൻ്റെയാണ് എന്നുള്ള ബോധമൊക്കെ എനിക്ക് ഉണ്ടാക്കി തരുന്നത്. ഓണർഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ദ ഏജൻസി ഉണ്ടാക്കി കൊടുക്കുന്നത്. ഏജൻറ്റുകൾ 4 ഏജൻസി എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു വെർബാണത്. ഏജൻസി ഉണ്ടാവുന്നു. അതെന്താണ്? ഈ പറയുന്ന മനസ്സും ബുദ്ധിയുമാണ് അതിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മനസ്സിൻ്റെ ഇമോഷൻസ്, അതേപോലെ സെൻസസിൻ്റെ സെൻസ് പ്ലഷേഴ്സും അതിലേക്ക് മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മനസ്സ്, ഇമോഷൻസ്, ഈഗോ, ഈഗോ, ഈ സാധനങ്ങൾ, ദിസ് ഈസ് ബേസിക്കലി ക്രിയേറ്റ് ദ മൈൻഡ് ആൻഡ് ദ ഇൻ്റലക്റ്റ്, അല്ലെങ്കിൽ മനസ്സാണ് നമുക്ക് ഈ ഏജൻസി ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഏജൻസ് ആൻഡ് ദി ഏജൻസി, അതോടുകൂടിയിട്ട് എന്താ പറ്റുന്നത്? എല്ലാ മനുഷ്യരും പ്രവർത്തനങ്ങൾ മുഴുവൻ എൻ്റെ മനസ്സും ബുദ്ധി ശരീരവും, അപ്പോൾ ഞാൻ മനസ്സിനെയും ബുദ്ധിയും ശരീരത്തിനെയും ആയിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഐ ഐഡൻറ്റിഫൈ കംപ്ലീറ്റ്ലി വിത്ത് മൈ മൈൻഡ്, ഇൻ്റലക്റ്റ് ആൻഡ് ദ ഈഗോ, ആൻഡ് ദെർഫോർ മൈ ഐഡൻറ്റിറ്റി ബിക്കംസ് ദ ഫിസിക്കൽ ഐഡൻറ്റിറ്റി. ആൻഡ് ഐ ഫർഗെറ്റ് ദാറ്റ് ഐ ആം ദ പവർ ഓഫ് ദ സെൽഫ്. എൻ്റെ ആത്മതത്വം, ആത്മാവാണ് ഞാൻ എന്നുള്ള ബോധം എനിക്ക് നഷ്ടപ്പെടുന്നു. ഇത് കാരണം ഈ പറയുന്നത്. അപ്പോൾ പവർ ഓഫ് ദ സെൽഫ് ആദ്യം തന്നെ എന്താ ഉണ്ടാവുന്നത്? ഇറ്റ് ഗെറ്റ്സ് യെസ് മീര. സർ, ഇതിനകത്ത് നമ്മളുടെ മെമ്മറി ആൻഡ് എക്സ്പീരിയൻസസ് അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടല്ലോ, അത് ഏതിലാണ് വരുന്നത്? ഇംപ്രഷൻസ്, ആന്റിസിപ്പേഷൻ, അറ്റൈൻമെന്റ് ആൻഡ് എൻജോയ്മെന്റ്, അതിലാണ്? അതല്ല, നമ്മൾ എക്സ്പീരിയൻസസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫിസിക്കൽ മെമ്മറിയാണ്. ഓക്കെ, അതപ്പോ ഏത് ഏജന്റ് ആണ്? വാട്ട് ഈസ് ഇറ്റ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഈഗോ? ഈഗോ എന്ന് പറയുന്നത് ഈ പറയുന്ന ഐഡൻറ്റിഫിക്കേഷനാണ്. നമ്മൾ ഈ പറയുന്ന എൻ്റെ ഇൻ്റലക്റ്റ് മൈൻഡുമായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷനാണ് ഈഗോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ പ്രോസസ്, നോർമൽ പ്രോസസ് ദാറ്റ് ഹാപ്പൻസ് ഇൻ എനി ഹ്യൂമൻ മൈൻഡ് മാത്രമല്ല, ആക്ച്വലി ഇറ്റ് ഈസ് ഹാപ്പനിങ് ടു ഓൾ ദി ക്രീച്ചേഴ്സ് ഓൾസോ. കാരണം ഈവൻ ക്രീച്ചേഴ്സിന് തന്നെ ആ പറയുന്ന ഈ പ്രജ്ഞ എന്ന് പറയുന്ന ദാറ്റ് പ്യുവർ കോൺഷ്യസ്നെസ്, അത് വെൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് കണക്റ്റഡ് ടു ദ സെൻസസ് ആൻഡ് ഓൾസോ എ ലിറ്റിൽ സ്മോൾ മൈൻഡ്സ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പട്ടി, പൂച്ച, മൃഗങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾക്ക് ചെറിയ ചെറിയ മനസ്സുകളുണ്ട്. ആ മനസ്സും ശരീരവും ആയിട്ട് കണക്ട് ചെയ്തിട്ട് അത് എൻ്റെ ആണ് എന്നുള്ള ആ ബോധം ഉണ്ടാക്കി തരുന്ന സംഗതി. ഓക്കെ, അതാണ് ഈഗോ എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും, അത് നാച്ചുറൽ പ്രോസസ് ഓഫ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആണത്. അത് അങ്ങനെയാണത്. അതില്ലാണ്ട് അത് ചില ആ ചെറിയ മനസ്സും ബുദ്ധിയുമാണ് അവിടെ നമ്മളെ ജീവൻ ആയിട്ട് നമ്മളെ പുറത്തേക്ക് പ്രകാശിപ്പിക്കുന്ന സാധനം. ആൻഡ് ദാറ്റ് ടേക്ക് ഓണർഷിപ്പ് ഓഫ് ദീസ് ഫിസിക്കൽ തിങ്സ്. അപ്പോൾ ദാറ്റ് ഈസ് ഈഗോ. അങ്ങനെ ഓക്കെ. അപ്പോൾ പവർ ഓഫ് ദ സെൽഫ് ആദ്യം തന്നെ എന്താ പറ്റുക? അതിൻ്റെ കളർ മാറുകയാണ്. ഇറ്റ് ബിക്കംസ് സെൽഫ് പ്ലസ് ഇംപ്രഷൻസ് ആയി മാറുന്നു. ആദ്യം ഇംപ്രഷൻസ്, വാസനകൾ, സെൽഫ് പ്ലസ് ഇംപ്രഷൻസ് ആയി മാറുന്നു ആദ്യം. എന്നിട്ട് ഇൻ്റലക്റ്റിൻ്റെ ഫിൽട്ടറിൽ കടന്നു പോകുമ്പോഴോ സെൽഫ് പ്ലസ് ഇംപ്രഷൻസ് പ്ലസ് ഈഗോ സെൻട്രിക് ഐഡിയാസ് ആയി മാറുന്നു. ഈഗോ അത് എൻ്റെ ആണെന്നുള്ള ബോധവും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് കലരുന്നു. ഇപ്പം നമുക്കൊരു നല്ല പ്യുവർ ലൈറ്റിൽ നമ്മൾ കുറച്ച് കളേഴ്സ് ആഡ് ചെയ്യുന്ന മാതിരി നമുക്ക് അതിനെ ഒന്ന് വിചാരിക്കാം. അപ്പോൾ പവർ ഓഫ് ദ സെൽഫ് ബിക്കംസ് സെൽഫ് പ്ലസ് ഇംപ്രഷൻസ്, ആൻഡ് ദെൻ ബിക്കോസ് ഓഫ് ഇൻ്റലക്റ്റ് ഇറ്റ് ബിക്കംസ് സെൽഫ് പ്ലസ് ഇംപ്രഷൻസ് പ്ലസ് ഈഗോ സെൻട്രിക് ഐഡിയാസ്, and because of emotions it becomes self plus impressions plus egocentric ideas plus emotions, and ultimately into the outside field of action പുറത്തേക്ക് വരുമ്പോഴോ സെൽഫ് പ്ലസ് ഇംപ്രഷൻസ് പ്ലസ് egocentric ideas plus emotions plus our physical skills and strengths ആയിട്ട് മാറുന്നു. അങ്ങനെ നമ്മൾ we start in this field of action, we start interacting with the objects of the world, and we are driven by എന്താണ്? Anticipation, attainment and enjoyment of the objects of the world and its pleasures, and we fully involve with our mind and intellect, and the ego telling that yes, this is all what we are, and therefore we completely work with attachments. With attachment objects ownership എടുത്തിട്ട് നമ്മൾ with attachment to the objects of the world we exist in this world. This is basically what happens നമ്മളുടെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ഡയഗ്രം എടുക്കുകയാണെങ്കിൽ പവർ ഓഫ് ദ സെൽഫാണ് നമ്മുടെ മോട്ടീവ് പവർ. ആ മോട്ടീവ് പവർ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് എനർജി ഓഫ് ദ മൈൻഡ് ആൻഡ് ഇമോഷൻസ്, മൈൻഡ് ഇൻ്റലക്റ്റൊക്കെ ഞാൻ മൈൻഡിൽ നിന്ന് മാത്രം എഴുതിയിട്ടുള്ളൂ എന്ന് മാത്രം, എന്നിട്ട് ആ മൈൻഡിൻ്റെ എനർജി ആയിട്ട് പുറത്തേക്ക് വരുന്നു. ഓക്കെ, അത് സെൽഫിൻ്റെ പവർ.
അപ്പോൾ സെൽഫിൻ്റെ പാറ അതിൻ്റെ ഉള്ളിലുണ്ട്. അവിടെ ഞാൻ ആ ബ്ലൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ദർ, ബട്ട് ഇറ്റ് ഈസ് കവേർഡ് ബൈ ഇൻ്റലക്ട്, മൈൻഡ് ആൻഡ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ദ ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്ട് ആയിട്ട് പുറത്തേക്ക് ആക്ട്സ് ഓഫ് ഇമോഷൻ ആൻഡ് ആക്ട്സ് ഓഫ് ദ ഫിസിക്കൽ സ്ട്രെങ്ത് എക്സെട്ര അതായിട്ട് മാറുന്നു. അപ്പോൾ ഈ ആക്ട്സ് ഓഫ് ഇമോഷൻസ് പുറത്തേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ക്യാരീഡ് ബൈ ദ പവർ ഓഫ് ദ സെൽഫ്. ആ പവർ ഓഫ് ദ സെൽഫ് ഇല്ലെങ്കിൽ അത് സാധിക്കില്ല, ജീവനില്ല, ഒന്നും നടക്കില്ല. ഏത് മാതിരി? ജസ്റ്റ് ലൈക്ക് ദ എയർ, വെൻ ഇറ്റ് പാസസ് ത്രൂ എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, ഇറ്റ് കംസ് ഔട്ട് വിത്ത് സെൻറ്റ്, അല്ലെ? സെൻറ്റഡ് എയർ ആയി മാറുന്നു. അപ്പോൾ ഈ സെൻറ്റ് എവിടെ നിന്ന് വന്നു? ഈ എയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ല സെൻറ്റ്, ദാറ്റ് ഈസ് ദ ഫ്രാഗ്രൻസ് ഓഫ് ദ ഫ്ലവർ. അതാണ് സെൻറ്റായി മാറുന്നത്. അതുമാതിരി ഇവിടെ മൈൻഡ്, ആ മൈൻഡിൻ്റെ പ്രോഡക്റ്റായിട്ട് നമ്മുടെ ആക്ട്സ് ഓഫ് ഇമോഷൻസ് ആയിട്ട് പുറത്തേക്ക് വരുന്നു. ഈ ആക്ട്സ് ഓഫ് ഇമോഷൻ അത് എവിടെ നിന്ന് വന്നാൽ മനസ്സിൻ്റെയാണ്. ഇതിന് നമുക്ക് ശക്തി എന്താ? ഇത് പ്രവർത്തിപ്പിക്കുന്ന ശക്തി ഏതാ? പവർ ഓഫ് ദ സെൽഫാണ്. പവർ ഓഫ് ദ സെൽഫ്, ഇറ്റ് കംസ് ആൻഡ് പവർ ഓഫ് ദ സെൽഫ് ദെർഫോർ ഗെറ്റ്സ് മോഡിഫൈഡ്, കംപ്ലീറ്റ്ലി മോഡിഫൈഡ് വിത്ത് ദ ഫ്രാഗ്രൻസ്, വാസനകൾ ഉള്ളിൽ, ആ ഫ്ലവറിൻ്റെ വാസനകൾ. അതുമാതിരി ഇവിടെ വാസനകൾ ആൻഡ് ദ ഈഗോ ആയിട്ട് പിന്നെ ഗുണങ്ങളും ഉണ്ട്, സത്വരജസ്തമോ ഗുണങ്ങൾ. ഇതൊക്കെ കൂടി അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ദിസ് ഈസ് ഹൗ വി എക്സിസ്റ്റ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഡു വി റിയലൈസ് ദാറ്റ് ഇതെല്ലാം നമ്മളുടെ പുറമേയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, നമ്മുടെ ബോഡി, മൈൻഡിൻ്റെ, ലൈക്ക് വിച്ച് ക്യാൻ ബി ചേഞ്ച്ഡ്. ഇതൊക്കെ നമുക്ക് മാറ്റിമറിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ അറ്റാച്ച്മെൻറ്റിലേക്ക് നമ്മൾ പോകരുത്. ഈ അറ്റാച്ച്മെൻറ്റ് ഇല്ലാണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റണം. അപ്പോൾ നമുക്ക് നമ്മളുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ശരീരത്തിൻ്റെയൊക്കെ പവർ, ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ കേപ്പബിലിറ്റീസ് ഒക്കെ നമുക്ക് ശരിയായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. എന്തിന്? ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ആസ് മെനി അതേഴ്സ് ആസ് പോസിബിൾ. ആ സാക്രിഫൈസ് എന്നുള്ള എലമെൻറ്റ് കൊണ്ടുവരിക. അപ്പോൾ അത് ആ സാക്രിഫൈസിന് വേണ്ടി യജ്ഞഭാവത്തോടുകൂടി, ത്യാഗഭാവത്തോടുകൂടി, പ്രസാദഭാവത്തോടുകൂടി ഒക്കെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചാൽ ഈ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന സാധനം എടുത്ത് കളയുന്ന മാതിരിയാണ്. ദാറ്റ് ഈസ് വാട്ട് ഡിറ്റാച്ച്ഡ് ആക്ഷൻ ഈസ്. അപ്പോൾ ഈ പറയുന്ന പവർ ഓഫ് ദ സെൽഫ് പുറത്തേക്ക് ശരിയായ വിധത്തിൽ അത് പ്രകാശിക്കാൻ തുടങ്ങും. അതാണ് ഡിറ്റാച്ച്ഡ് ആക്ഷൻസ് അല്ലെങ്കിൽ റിനൻസിയേഷൻ. ഈ മനസ്സിൻ്റെ ദിസ് പ്രോസസ് ഓഫ് റിഫൈനിങ് അവർ ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്ട്, ദ ഈഗോ, റെഡ്യൂസിങ് ദ ഈഗോ ആൻഡ് ദി അൺവാണ്ടഡ് ഗുണാസ്, അതിനെ റിഫൈൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് റിനൻസിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെർഫോർ അവർ ആക്ഷൻസ് വിൽ നോട്ട് ബിക്കം അറ്റാച്ച്ഡ്. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിനൻസിയേഷൻ. അപ്പോൾ അതാണ് ഇത്രയും ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ സമ്മറൈസ് ചെയ്തിരിക്കുന്നത് ഈ പ്രോസസ്സാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി ഇനി ഡീറ്റെയിൽഡായിട്ട് ഒരു 14 ശ്ലോകങ്ങളും കൂടിയുണ്ട്, 13 ശ്ലോകങ്ങളും കൂടി. അപ്പോൾ അതിൽ 15ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, ദ ഇൻഫിനിറ്റ് സെൽഫ് ഡസ് നോട്ട് അക്സെപ്റ്റ് ഈതർ ദ ഗുഡ് ഓർ ദ ബാഡ്. അപ്പോൾ ഈ സെൽഫിന് ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ എന്ത് കൊലപാതകം ചെയ്താലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്താലും എല്ലാം സെൽഫായിട്ട് യാതൊരു ബന്ധമില്ല അതിന്. ഇതെല്ലാം ഈ മനസ്സിൻ്റെ ഉള്ളിലുള്ള കറകളാണത്. അതാണ് ഇവിടെ പുറത്തേക്ക് എടുത്തുകൊണ്ട് വരുന്നത്. ഈ സെൽഫ് പുറത്തേക്ക് വരുമ്പോൾ എടുത്തുകൊണ്ട് വരുന്നത് ഈ പറയുന്ന കറകളെയാണ്. അപ്പോൾ അതുകൊണ്ട് നീദർ ദ ഗുഡ് നോർ ദ ബാഡ്, സെൽഫ് ഇസ് നോട്ട് ദി ഏജൻസി. അപ്പോൾ അത് ഈ നോളജ് ഇതറിയാത്ത കാരണമാണ് നമ്മളെല്ലാവരും കർമ്മബന്ധനസ്ഥന്മാരാവുന്നത്. നോളജ് ഈസ് വെയിൽഡ് ബൈ ദി ഇഗ്നറൻസ് ആൻഡ് ദിസ് കോസസ് ഡെലൂഷൻ. ഇത് ഇഗ്നറൻസ് കാരണം, ഈ ആത്മതത്വത്തിനെ പറ്റി, എന്താണ് ആത്മാവ് എന്നുള്ളതിനെപ്പറ്റി ശരിയായിട്ടുള്ള ബോധം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ഒരു ഡെലൂഷനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇത് നമ്മളെ 2ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഈ പടം കണ്ടിട്ടുണ്ടായിരുന്നു. സെൽഫ് എങ്ങനെയാണ് ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്റ്റിൻ്റെ ഉള്ളിൽ കൂടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് 2 വിധത്തിലാണ്. ഒന്ന് സെൽഫ് എഫേർട്ട്, സെൻസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് വെച്ച് പ്രവർത്തിക്കാം. അല്ലെങ്കിൽ അരഗൻസ്, കൺസീറ്റ്, പ്രൈഡ്, ആങ്കർ, ജലസി, ലേസിനെസ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന മനസ്സിൻ്റെ ആ വികാരങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. എന്നാൽ ആത്മതത്വത്തിൽ അധിഷ്ഠിതമായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. അപ്പോൾ അതിനെയാണ് സിൻ ആൻഡ് വെർച്യൂ അല്ലെങ്കിൽ പറയണത്. വിച്ച് ടേക്സ് യു ടു സിൻ, ടേക്സ് യു ടു ദ നരക, ആൻഡ് ദ വെർച്യൂസ് ടേക്ക് യു ടു സ്വർഗം എന്ന് പറയുന്നത്, ദ ഹെവൻ ആൻഡ് ഹെൽ എന്ന് പറയുന്ന ആ 2 സ്ഥലത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ഈ പറയുന്ന മനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ വെർച്യൂ ആൻഡ് സിൻ ആർ അക്സെപ്റ്റഡ് ഓർ അപ്ലൈഡ് ടു ദ ഇൻ്റലക്ട്, മൈൻഡ് ആൻഡ് ബോഡി. ഈ വെർച്യൂവും സിന്നും രണ്ടും ഇൻ്റലക്ട്, മൈൻഡ് ആൻഡ് ബോഡിക്കാണ് ബാധകം, അല്ലാണ്ട് സെൽഫിനല്ല. സെൽഫ് ജസ്റ്റ് മിയർലി ടേക്സ് ഇറ്റ് അക്രോസ്. അപ്പോൾ അത് ഈ പറയുന്ന അതിനെയാണ് ബന്ധനസ്ഥനായി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിന് അടിമപ്പെട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ശരീരത്തിനും അടിമപ്പെട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് ബൗണ്ട് ആക്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് റിസൾട്ട്സ് ഇൻ സീസോ ആക്ഷൻ
ബിറ്റ്വീൻ വെർച്യു ആൻഡ് സിൻ, ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുകയാണ് നമ്മൾ. അല്ലെങ്കിൽ ഹോപ്പ് ആൻഡ് ഡെസ്പയർ, അല്ലെങ്കിൽ ലൈഫ് ആൻഡ് ഡെത്ത്. ഇതിനെ ജനറലായിട്ട് ലൈഫ് ആൻഡ് ഡെത്ത് എന്ന് പറയാം. ആ ലൈഫ് ആൻഡ് ഡെത്തിൻ്റെ ഇടയിൽ നമ്മൾ കിടന്ന് കളിക്കുന്നു. അതിനെയാണ് കർമ്മബന്ധനം എന്ന് പറയുന്നത്. So this is attachment. And the infinite self does not accept either good or the bad. Knowledge is veiled by ignorance and this causes delusion. ഇതാണ് നമ്മൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റ്. ഇനി 16. But when the knowledge of the power of the self, ഈ പവർ ഓഫ് ദ സെൽഫിനെ പറ്റി നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട്, and when it actually destroys the ignorance about the self, wisdom illumines our life. Just like the sun illumines the world. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ കർമ്മബന്ധനസ്ഥനായിട്ടിരിക്കുന്നു, മനസ്സ് കളിക്കുന്നത്. അത് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ആ ബൈൻഡിങ് മാറി നമ്മൾ വി ഗോ ബാക്ക് ടു ഫ്രീഡം. മാറിയിട്ട് വി ഗോ, ഈ പറയുന്ന മോക്ഷം എന്ന് പറയുന്നത് ഫ്രീഡം ഫ്രം ദ ലിമിറ്റേഷൻസ് ഓഫ് ദ ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്ട് എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റേഷൻസ് ഇല്ല എന്ന് തീരെ ഇല്ല എന്നൊന്നും നമ്മൾ ടെക്നിക്കലി കരുതണ്ട. ആസ് ലോങ് ആസ് വി ആർ ഇൻസൈഡ് വിൽ ഡെഫിനറ്റ്ലി ബി ലിമിറ്റഡ്. ബട്ട് നമുക്ക് അതിൻ്റെ ആ ലിമിറ്റേഷൻ്റെ വ്യാപ്തി നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. ബിക്കോസ് വി ഗെറ്റ് കോൺഫിഡൻറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് വി ആർ ആക്ച്വലി ഇല്ലൂമിൻഡ് ബൈ ദ ഇൻഫിനിറ്റ്. ആ ശക്തിയായി മാറി അത് നമ്മളുടെ ഉള്ളിൽ കൂടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധം നമുക്കുണ്ടായാൽ നമുക്ക് എല്ലാ ചാലഞ്ചസും ഫേസ് ചെയ്യാനായിട്ടുള്ള മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള സ്ഥിരത നമുക്ക് കിട്ടും. അതാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. സോ ദിസ് ഈസ് ബേസിക്കലി വാട്ട് സെൽഫ് ഇല്ലൂമിൻസ് യുവർ ഇൻ്റലക്ട്, മൈൻഡ് ആൻഡ് ദ ബോഡി ത്രൂ ദ പവർ ഓഫ് സെൽഫ് എഫേർട്ട്. മറ്റേ പുരുഷാർത്ഥം, സെൽഫ് എഫേർട്ട് എന്ന് പറയുന്നതും, and with the sense of duty and the right attitudes of karma yoga, selfless activities, etc., then we are becoming powered by the power of the self, and then we revel in the joys of the self. അപ്പോൾ ആത്മതൃപ്തിയിൽ നമുക്ക് പ്രവർത്തനങ്ങൾ, ഈ ജീവിതത്തിൽ നമുക്ക് ഇടപഴകാനായിട്ട് സാധിക്കും. ജീവിതവുമായിട്ടും നമ്മുടെ എക്സ്പീരിയൻസസായിട്ടും ഒബ്ജക്ട്സ് ഓഫ് ദ വേൾഡ് ആയിട്ടും പുറമെയുള്ള ഒബ്ജക്ട്സ് ആയിട്ടും ഒക്കെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അതാണ്, ദാറ്റ് ഈസ് ഫ്രീഡം, ദാറ്റ് ഈസ് റിനൗൺസ്മെൻറ്റ്. വെൻ knowledge of the awareness of the self is thus illuminated and we are ever set in the joys of the self. അങ്ങനെ ആത്മതത്വത്തിൽ മാത്രം പ്രതിഷ്ഠിതമായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ keenly intent in the deriving the joys of that self only. അതായത് നമ്മൾ ഈ ശരീരത്തിൻ്റെ ബുദ്ധിയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അടിമപ്പെടാണ്ട് ആത്മനിർവൃതിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ, ആൻഡ് ഹാവിങ് സെറ്റ് ദാറ്റ് ആസ് ദി ഹയസ്റ്റ് ഗോൾ, നമ്മളുടെ പ്രയോറിറ്റി തന്നെ അതായി മാറണം ഇൻ അവർ ലൈഫ്, ദെൻ വി വിൽ നെവർ ഫോൾ പ്രേ ടു സെൽഫിഷ്നെസ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വാർത്ഥതയ്ക്ക് ഒരിക്കലും അടിമപ്പെട്ടു പോവില്ല. അവർ ഡർട്ട് ഓഫ് സെൽഫിഷ് നേച്ചർ വിൽ ബി റിമൂവ്ഡ് ബൈ ദ വിസ്ഡം ഓഫ് ദ സെൽഫ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ കറകളൊക്കെ മാറും. അപ്പോൾ നമ്മുടെ സെൽഫ് നേരെ പുറത്തേക്ക് പ്രകാശിക്കാൻ തുടങ്ങും. വി വിൽ നെവർ ബി ബോൺ അഗെയിൻ ഇൻ ടു ദിസ് വേൾഡ് ഓഫ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. അങ്ങനെ നമ്മൾ ഈ ആത്മതത്വത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടും, അത് വിശ്വാസം മാത്രമല്ല, അതിൻ്റെ ജ്ഞാനം, അതുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഞാൻ ആ ആത്മതത്വം തന്നെയാണ് എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുമ്പോൾ എന്താ പറയുക, വി വിൽ ബി പുൾഡ് ബിറ്റ്വീൻ ദി എക്സ്ട്രീംസ്. ഈ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, ഹോപ്പ് ആൻഡ് ഡെസ്പെയർ എന്നൊക്കെ പറയുന്ന ആ കണ്ടീഷനിലേക്ക് നമ്മൾ പോകാണ്ട് നമുക്ക് എപ്പോഴും ആത്മനിർവൃതിയിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്ന് 17ാമത്തെ ശ്ലോകത്തിൽ. Sadish ji, good evening. Sadish ji, can I just ask one question? Yeah, sure. ഈ 17ാമത്തെ ശ്ലോകത്തില് തദ്ബുദ്ധയ തദാത്മാന തന്നിഷ്ഠ തൽപരായണ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ താങ്കൾ എഴുതിയതിനകത്ത് ഹാവിംഗ് സെറ്റ് ദാറ്റ് ആസ് ദി ഹയസ്റ്റ് ഗോൾ ഇൻ അവർ ലൈഫ് തൽപരായണ എന്നുള്ളതാണ്. അതുപോലെ തന്നിഷ്ഠ എന്നുള്ളത് പിന്നെ അതിനു മുമ്പുള്ള അത് പിന്നെ വരുന്നു തോന്നുന്നു. തന്നിഷ്ഠ ജീവിത ചിട്ടകൾ എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് ഈശ്വരൻ എന്നുള്ള ഇതിലാണ് തത്ത് എന്നുള്ള വാക്ക്. നേരത്തെയുള്ള തത്പരം എന്നുള്ളത്, ഇവിടെ തത് ബുദ്ധയ, നമ്മുടെ വിസ്ഡം ഓൺ ദാറ്റ്. ആൻഡ് അവിടെ എന്റെ ക്വസ്റ്റ്യൻ ആണ്, ആത്മാനെന്ന് പറഞ്ഞ എന്താണ്?
ഞാൻ അത് ജീവാത്മാവ് എന്നുള്ള അർത്ഥത്തിലാണ് അവർ എങ്ങനെ ആത്മാനെന്നുള്ള എടുത്തിരിക്കുന്നത്? അത് നമുക്ക് അതാണ് ഓരോ ഫിലോസഫിയിൽ. ഇപ്പം നമ്മൾ ജീവാത്മാവ് പരമാത്മാവ് ഒക്കെ രണ്ടായിട്ട് കാണുന്ന ഫിലോസഫി ഉണ്ട്. ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണെന്ന് പറയുന്ന ഫിലോസഫിയും ഉണ്ട്. അപ്പം നമ്മൾ പറയുന്നത് ഒന്നായിട്ടാണ്, എല്ലാം ഒന്ന്. പരമാത്മാവ് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പം ആ ആത്മതത്വം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നമ്മളുടെ മാനസികാവസ്ഥ അതാണ് ഇവിടെ. അത് ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ഇമോഷണലി ഡിവോട്ടഡ് ആണ്. ആൻഡ് ഓൾസോ സെറ്റ് ഇൻ ഇന്റലക്ച്വലി ഓൾസോ വി ആർ സെറ്റ് ഇൻ ദാറ്റ് എന്ന് പറയുന്ന ബുദ്ധിപരമായിട്ടും നമുക്ക് അതുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാവുന്ന താതാത്മ്യം, ദാറ്റ് ഐഡന്റിറ്റി വിത്ത് ദ സെൽഫ്. ഐഡന്റിറ്റി വിത്ത് ദ സെൽഫ് ബിക്കംസ് ദ ഐഡന്റിറ്റി വിത്ത് ദ ഇൻഫിനിറ്റ്. അതാണ് മറ്റേ അദ്വൈത ഫിലോസഫി. രണ്ടും ഒന്ന് തന്നെയാണ്. ആ ഒരു ശക്തിയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ സാധിക്കണം. അതിൽ നമ്മൾ ദൃഢമായിട്ട് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് അതിനെ പറ്റിയിട്ട് ചിന്തിക്കുകയും മനസ്സുകൊണ്ട് നമുക്ക് ഭക്തി ഉണ്ടാവുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ഒന്നായി മാറുന്നു അതായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് എപ്പോഴും രണ്ടായി കാണുമ്പോഴാണ് നമുക്ക് ചില സമയത്ത് ഹോപ്പ് ഡെസ്പെയർ എന്നൊക്കെ പറഞ്ഞ് മാറി വരും എന്ന് പറയുന്നത്. അതില്ലാത്ത ഒരു ബുദ്ധിസ്ഥിരതയും ഇമോഷണൽ ഇക്വാനിമിറ്റി ആൻഡ് ഇക്വിപോയിസ്, അതായത് മനസ്സിൻ്റെ സ്ഥിരതയും ബുദ്ധിയുടെ സ്ഥിരതയും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മളെപ്പോഴും ആത്മരതിയിൽ ലയിക്കും എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. ജോയ്സ് ഓഫ് സെൽഫ് എന്ന് പറയുന്നത്. ആത്മാനം തദാത്മാനം എന്ന് പറയുന്നത് അവർ മൈൻഡ് എന്നുള്ളതാണ്. അവർ മൈൻഡ് ഓൺ ദാറ്റ് അല്ലേ? മൈൻഡ് അതെ, ആൻഡ് ബുദ്ധി ഓൾസോ ഓൺ ദാറ്റ്. രണ്ടും അപ്പൊ രണ്ട് വിധത്തിലാണ്. ഒന്ന് നമുക്ക് മൈൻഡ് നമുക്ക് ഭക്തി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. ബുദ്ധി സെറ്റ് ചെയ്യണമെങ്കിൽ നോളജ് ഉണ്ടാവണം. ഇത് രണ്ടും. അപ്പൊ രണ്ടും വേണം എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് then it becomes what is called as this renunciation, renouncement എന്നുള്ള സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുകയാണ്. What are you renouncing? We are renouncing our identity with our body, mind and intellect by eliminating ego. That is what is renouncement is. അപ്പോൾ എന്താ പറ്റുക? നമ്മൾ we are completely getting attached to ourself, ആത്മതത്വമായിട്ട്. ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ദ ഹയസ്റ്റ് സ്റ്റേറ്റ് ഓഫ് റിനൗൺസിയേഷൻ. അതാണ് അതിന് ആ റിനൗൺസിയേഷൻ കിട്ടണമെങ്കിൽ ജ്ഞാനം ഉദിക്കണം എന്നാണ് പറയുന്നത്. അതാണ് കർമ്മസന്യാസം എന്ന് പറയാം. അപ്പോൾ നമ്മളെ എന്ത് പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും നമ്മൾ വി ആർ നോട്ട് ബൗണ്ട് ബൈ ദ റിസൾട്ട്സ് ഓഫ് ദോസ് ആക്ഷൻസ്. വെദർ ഇറ്റ് ഈസ് സക്സസ്ഫുൾ ഓർ നോട്ട്, വി ഡോണ്ട് കെയർ. വി ഓൺലി ലുക്ക് അറ്റ് ദ പ്രോസസ്. വി ഡു അവർ ബെസ്റ്റ് ആൻഡ് പ്രസാദഭാവത്തിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിനെ ഞാൻ എടുക്കുന്നു. ആ ഒരു ശരിയായിട്ടുള്ള കർമ്മയോഗത്തിലേക്ക് എത്തിച്ചേരുന്നത്, കർമ്മയോഗത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ജ്ഞാനകർമ്മം വേണം, പിന്നെ കർമ്മസന്യാസവും കൂടി വേണം. ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇൻ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി, അതാണ് സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരാൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്. റിനൗൺസ്മെൻറ്റിൻ്റെ ഒരു എന്താ പറയുക എക്സ്ട്രീം സ്റ്റേറ്റ്. There's a question in the chat box by Josna. Okay. So what are the other pair of opposite like dislike, opposite? Any അതായത് നമുക്ക് ഈ ഡൈക്കോട്ടമീസ് ഓഫ് ദ ഇൻ്റലക്ട്, മൈൻഡ് ആൻഡ് ദ ബോഡി രണ്ടെണ്ണമുണ്ട്. അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഡൈക്കോട്ടമീസ് ഓഫ് ദ ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്ട്. ശരീരത്തിൻ്റെ ഡൈക്കോട്ടമീസ്, വേദനയില്ലായ്മ, അല്ലെങ്കിൽ വേദന ഇല്ലായ്മ മാത്രമല്ല, ഒന്ന് വേദന പെയിൻ, മറ്റെടുത്തോ പ്ലഷർ സെൻസസിൻ്റെ. അങ്ങനെയുള്ള കണ്ടീഷൻസ് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. പിന്നെ മനസ്സിൻ്റെ എക്സ്ട്രീംസ്, വൺ ഈസ് പ്രോബബ്ലി എന്താ പറയുക ആങ്കർ, പിന്നെ മറ്റേത് ഒരു പീസ് ഓഫ് മൈൻഡ് ഓർ വാട്ട് എവർ. അത് അങ്ങനെ ആങ്കറിൻ്റെ ഓപ്പോസിറ്റ്. അതുപോലെ സോറോസ്, ഹാപ്പിനെസ്, സോറോ, അങ്ങനെയുള്ള മനസ്സിനും നമുക്ക് രണ്ട് എക്സ്ട്രീംസ് ഉണ്ട്. അതുപോലെ ഇൻ്റലക്റ്റിനും എക്സ്ട്രീംസ് ഉണ്ട്. ഇൻ്റലക്റ്റിൻ്റെ ഫോർ എക്സാമ്പിൾ ഈ എന്താ പറയുക കൺസീറ്റഡ് ആയിട്ടുള്ള മൈൻഡ്. അപ്പോൾ കൺസീറ്റിൻ്റെ ഓപ്പോസിറ്റ് നോൺ കൺസീറ്റഡ് ആയിട്ടുള്ള മൈൻഡ്, എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ്. അങ്ങനെ ബുദ്ധിക്കും മനസ്സിനും ശരീരത്തിനും ഒക്കെ രണ്ട് എക്സ്ട്രീം എൻസ് എപ്പോഴും ഉണ്ട്. ഇതിൻ്റെ ഇടയിലാണ് നമ്മളൊക്കെ. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്ട്രീമിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കാം. അല്ല, ചിലപ്പോൾ നമുക്ക് സങ്കടമുണ്ട്, പക്ഷേ എക്സ്ട്രീം സങ്കടമാണോ എന്ന് വെച്ചാൽ അല്ല, ഇടയ്ക്ക് എവിടെയാണ്. അതുപോലെ ഹാപ്പിനെസ് ഉണ്ട്, എക്സ്ട്രീം ഹാപ്പിനെസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെയുള്ള സ്റ്റേറ്റിലായിരിക്കും പലപ്പോഴും. ചില സമയത്ത് എക്സ്ട്രീംസിലും പോവാം. അങ്ങനെ എക്സ്ട്രീംസിലേക്കും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലും ഇടയിലുള്ള ഏത് സ്പെക്ട്രത്തിലും നമ്മൾ നിൽക്കും എന്ന അവസ്ഥ. ഇതാണ് ഇതിൽ രണ്ടിലും ഇങ്ങനെ ആടിക്കളിക്കാണ്ട് നമുക്ക് സ്ഥിരമായിട്ട്
നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ദുഃഖം ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ദേഷ്യം വരാൻ പാടില്ല എന്നൊന്നും അർത്ഥമില്ല. ദേഷ്യമൊക്കെ വരാം, പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാലും അത് മനസ്സിൻ്റെയാണ്, എനിക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, ഒരു ഈഗിൾ വ്യൂ, നമുക്ക് ഈഗിൾസ് ഐ വ്യൂ എന്ന് പറയുന്ന നമുക്ക് നമ്മുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ശരീരത്തിൽ നിന്നും നമുക്ക് അകന്ന് വേറെ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റണം നമ്മളെ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഗതികളെ ഞാൻ പുറമേ നിന്ന് കാണുന്ന മാതിരി എനിക്ക് വീക്ഷിക്കാൻ സാധിക്കണം. അപ്പോൾ അതിനാണ് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഓൺ ദ സ്പർ ഓഫ് ദ മൊമെൻ്റ് ചില ഡിസിഷൻസൊക്കെ എടുക്കാണ്ട് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പലപ്പോഴും പല എക്സാമ്പിൾസൊക്കെ പറയാറുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുക. അതിന് പകരം ദേഷ്യം വരുമ്പോൾ വെയിറ്റ് അപ്പോൾ പറയും, നമ്മൾ പലപ്പോഴും രാമനാമം ചെല്ലാൻ പറയും. അങ്ങനെയൊക്കെ ഓരോ പറയണത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിൻ്റെ. ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഏബിൾ ടു സീ ദ റിയാക്ഷൻസ് വിത്തിൻ അവർ മൈൻഡ് ആസ് എ തേർഡ് പേഴ്സൺ. അതായത് നമ്മൾ ആത്മതത്വത്തിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിനെ കൺട്രോൾ ചെയ്തിട്ട് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു മനസ്സിൻ്റെ സ്ഥിതി നമുക്കുണ്ടാവും. അത് അങ്ങനെ അത് നമുക്ക് വളരെ ദൃഢമായിട്ട് അങ്ങനത്തെ ഒരു ഹാബിച്വൽ ബിഹേവിയറാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് റിനൗൺസിയേഷൻ എന്ന് പറയുന്നത്. അതിന് നമുക്ക് വി ഷുഡ് ബി റിയലി നോയിങ് ദാറ്റ് ഐ ആം നോട്ട് ദിസ് മൈൻഡ്, ഐ ആം നോട്ട് ദിസ് ഇൻ്റലക്ട്, ഐ ആം നോട്ട് ദിസ് എന്താ പറയുക ദി റിയാക്ഷൻസ് ഓഫ് മൈ മൈൻഡ്. വ്യാപാരങ്ങളല്ല ഞാൻ, എൻ്റെ മനസ്സിൻ്റെയോ ബുദ്ധിയുടെയോ ശരീരത്തിൻ്റെയോ വ്യാപാരങ്ങളല്ല ഞാൻ. എനിക്ക് അതിനെല്ലാം അതൊക്കെ ഉണ്ടാക്കി തരുന്നൊരു ശക്തിയുണ്ട്, അതാണ് ഞാൻ ശരിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് അതിനെ കാണാൻ സാധിക്കുന്ന ഒരവസ്ഥ. ദാറ്റ് ഈസ് റിനൗൺസ്ഡ് സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസ് ഇൻ ദിസ് വേൾഡ്, ബീയിങ് ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ദ വേൾഡ് ബീയിങ് ഇൻ യു എന്ന് പറയുന്ന ആ സ്റ്റാറ്റസ് അതാണ്. അപ്പോൾ ഇനി 18, ദോസ് ഹൂ ആർ ഇല്യൂമിൻഡ് ബൈ ദി അവെയർനെസ് ഓഫ് ദ സെൽഫ്. അങ്ങനെ സെൽഫ് ആത്മതത്വം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ സീസ് ഇൻ ദ ബ്രാഹ്മിൻ endowed with wisdom and humility, in a cow, in an elephant, and in a dog, and in a dog eater, the same self powering them through. അപ്പോൾ അത് ഫോർ എക്സാമ്പിൾ ഇതൊക്കെ ഇപ്പോൾ ബ്രാഹ്മണൻ, പശു, പട്ടി എന്നൊന്നും അങ്ങനെ എടുക്കരുത്. ഇതൊക്കെ വി ആർ ലുക്കിംഗ് അറ്റ് ദ ഇൻസൈഡ് റെവല്യൂഷൻ, അല്ലെ, നമ്മളെ ഉള്ളിലത്തെ കാര്യങ്ങളെ പറ്റി സംസാരിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ കാണാം എന്തൊക്കെയാണത്. ബ്രാഹ്മിൻ എൻഡോഡ് വിത്ത് വിസ്ഡം ആൻഡ് ഹ്യൂമിലിറ്റി എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ വെറും പേരുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിബഡി ഹൂ ഈസ് എൻഡോഡ് വിത്ത് ദ വിസ്ഡം ഓഫ് ദ സെൽഫ് ആൻഡ് ഹ്യൂമിലിറ്റി, അതായത് നോളജ് ആൻഡ് വിസ്ഡം. സംബഡി ഹൂ ഈസ് എൻഡോഡ് വിത്ത് നോളജ് ആൻഡ് വിസ്ഡം, ഓർ പിന്നെ ഇനി സംബഡി ഹൂ ഈസ് ഹാവിങ് എ കാം ടെമ്പറമെൻറ്റ്. ഒരു പശുവിനെ ഒരു കാം ടെമ്പറമെൻറ്റ് എന്നുള്ള ഒരു അനിമലാണ്. സോ കാം ടെമ്പറമെൻറ്റ്. എലിഫൻറ്റ് ഈസ് അബൌട്ട് സ്ട്രെങ്ത് ആൻഡ് ഇഗ്നറൻസ്. അത് തമസിൻ്റെയൊക്കെ ഇതായിട്ടും പറയാറുണ്ട് ചിലപ്പോൾ. സ്ട്രെങ്ത്, ശക്തി, ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട്, പക്ഷേ അതിന് ശക്തി ഉണ്ടോ, അതിൻ്റെ ശക്തി അതിനെ ശരിക്കും അറിയില്ല എന്നുള്ള ഇഗ്നറൻസും ഉണ്ട്. ദാറ്റ് ഈസ് സ്ട്രെങ്ത് ആൻഡ് ഇഗ്നറൻസ്. ആൻഡ് ഇൻ എ ഡോഗ് പവർഫുൾ സെൻസസ് ആണ് ഡോഗിൻ്റെ. സോ സെൻസ് പവറിൽ മാത്രം വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ എ ഡോഗ് ഈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹൂ റിവൽസ് ഇൻ ദ പ്ലഷേഴ്സ് ഓഫ് ദ സെൻസസ്, ഹൂ ഈസ് എ സിന്നർ എന്നുള്ള അർത്ഥത്തിലും പറയുന്നുണ്ട്. സെൻസ് പ്ലഷേഴ്സ് ഇങ്ങനെ അനുഭവിച്ച് ജീവിക്കുന്ന അവൻ, അതാണ് ഡോഗ് ഈറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മനസ്സിൻ്റെ ഉള്ളിൽ കൂടി സെൽഫ് കടന്നു പോകുമ്പോൾ അതിനനുസൃതമായിട്ടാണ് അവർ ഡിഫറൻസ് ഇൻ നേച്ചർ, അതിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആത്മാവിനെ ചൈതന്യത്തിനെ പറ്റി ശരിക്ക് ഉൾക്കൊണ്ട ഒരാൾക്ക് ഈ സെൽഫ് തന്നെയാണ് ഇതെല്ലാം ഇതിൽ കൂടെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത്. പക്ഷേ ഈ പ്രവർത്തനം ഉണ്ടാവുന്നത് ആ ബോഡി, ആ ഫിസിക്കൽ മീഡിയത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണ് എന്നുള്ള ബോധം അവരുടെ മനസ്സിലുണ്ടാവും എന്നാണ് പറഞ്ഞത്. വി വിൽ സീ ദ സെൽഫ് ഗോയിങ് ത്രൂ എ ബ്രാഹ്മിൻ, or a dog, or an elephant, or a dog eater, etc. And we see that all of them are powered by the self. എന്നുള്ളൊരു കണ്ണ് നമുക്ക് കാണാനുണ്ട്, ഒരു വിഷൻ. We will have that vision. Those who are illumined by the power of the sense, awareness of the self. സെൽഫിനെ പറ്റി, ആത്മതത്വം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും, അതായത് ഇറ്റ് ഈസ് അബൌട്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അതാണ് നമുക്ക് ആ ബോധം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സാണ് ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവനും പല 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 വിധത്തിലുള്ള പ്രപഞ്ചം. ആ പ്രപഞ്ചം മുഴുവനും അതിലത്തെ ഓരോ എലമെൻസും അതിനെല്ലാം ശക്തി, അതിൻ്റെയൊക്കെ ശക്തി, ആധാരമായിട്ട് നിൽക്കുന്ന ശക്തി ആ ആത്മതത്വം തന്നെയാണ്.
അല്ലെങ്കിൽ യൂണിവേഴ്സൽ സെൽഫായിട്ട് മാറുന്നു, അത് ഈശ്വരനായി മാറുന്നു. ആ ഈശ്വരൻ ഈ ബ്രഹ്മതത്വം തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ബോധം ഉള്ളവർക്ക് അത് കാണാൻ സാധിക്കുള്ളൂ. ഇങ്ങനെയുള്ള യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ആ ഡൈവേഴ്സ് ആയിട്ടുള്ള സംഗതികൾ എല്ലാം ഒരേ എന്താ പറയുക, സൂത്രേ മണിഗണായിവ എന്ന് വേറൊരു ഇതിൽ ഇനിയും വരും ഗീതയിൽ പറയുന്നുണ്ട്. ഏത് പ്രകാരമാണോ ഒരു മാല, അത് മുത്തുമണികളെ ഒരു മാലയാക്കി മാറ്റി അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന സ്ട്രിങ്, ഒറ്റ സ്ട്രിങ്ങേ ഉള്ളൂ, ആ സ്ട്രിങ് അതാണ് ഞാൻ എന്നുള്ള ബോധം അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവും, സെൽഫ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇഫ് ദ മൈൻഡ് ഇസ് കൺവിൻസ്ഡ് ഓഫ് ദിസ് ഇക്വാലിറ്റി, then it has conquered creations in this world. അതായത് പല 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 വിധത്തിലുള്ള ക്രിയേഷൻസ് നമുക്ക് കാണാം. അതെല്ലാം പല വിധത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള സംഗതികൾ മാത്രമാണ്. ഇതിൻ്റെയൊക്കെ അന്തസത്ത ഒന്ന് തന്നെയാണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകുന്നു. ദ ഇൻഫിനിറ്റ് ഈസ് ഫോൾട്ട്ലെസ് ഇൻ ഇക്വാനിമിറ്റി. ആ ആത്മതത്വം ഇക്വാനിമിറ്റിയുടെ ഹയസ്റ്റ് ഫോമാണ്. ദെർഫോർ സച്ച് മൈൻഡ്സ് ഓൾറെഡി റെസ്റ്റ് ഇൻ. അങ്ങനെ നമുക്ക് ആ ഇത് ശരിക്കും കാണാൻ സാധിക്കുകയാണെങ്കിൽ വി ആർ ഓൾറെഡി ലിവിങ് ഇൻ ദ ഇൻഫിനിറ്റ്. ആ ആത്മതത്വവുമായിട്ട് ഏകത്വം പ്രാപിച്ച് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഇഫ് യു ആർ ദസ് ഫുള്ളി കോഗ്നിസൻ്റ് ഓഫ് ദ പവേഴ്സ് ഓഫ് ദ സെൽഫ്, അങ്ങനെ അതിൻ്റെ ബുദ്ധി കൊണ്ടും നമ്മളതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വി വിൽ നിതർ റീജോയ്സ് നോർ ഒബ്റ്റെയിൻ ദ പ്ലസൻറ്റ്, നോ ഓൺ ഒബ്റ്റെയിനിങ് ദ പ്ലസൻറ്റ്, നോർ ഗ്രീവ് ഓൺ ഒബ്റ്റെയിനിങ് ദി അൺപ്ലസൻറ്റ്. അപ്പോൾ നമ്മൾ തോറ്റാലും ജയിച്ചാലും ഒന്നും നമ്മൾ അതിൽ അടിപതറില്ല. and being steady-minded, undiluted and reflecting true knowledge. ആത്മതത്വം പ്രകാശിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റും. When we are thus unattached to external contacts, we will find happiness in the joys of the self. അപ്പോൾ നമ്മൾ ആത്മനിർവൃതി അടയാൻ തുടങ്ങും. When you are engaged with us, it brings in endless joy. ആത്മനിർവൃതി എൻഡ്ലെസ് ആയിട്ടുള്ള ഇൻഫിനിറ്റ് ജോയ് ആയിരിക്കും നമ്മൾ പ്രകാശിപ്പിക്കുന്നത്. നമ്മുടെ മുഖത്ത് തന്നെ ചൈതന്യം പ്രകാശിക്കാനായിട്ട് തുടങ്ങും. സോ വെൻ യു ആർ ഏബിൾ ടു സീ ദ സെൽഫ് ഇൻ എവറിഥിങ്, എ ബ്രാഹ്മിൻ, എ ഡോഗ്, എലിഫൻറ്റ് ഓർ എ ഡോഗ് ഈറ്റർ എക്സെട്ര, ആൻഡ് റിയലൈസ് ദാറ്റ് ഇറ്റ് ഈസ് ദ ഇൻഫിനിറ്റ് സെൽഫ് ഓൺലി ദാറ്റ് ഈസ് പവറിങ് all these people, all these characters, we become aware. We are now considered as fully aware of the self, and our mind will be equanimous, and our intellect will be poised, intellectual poise, equipoise, and we will start enjoying endless joy. This is ഇതാണ് അതിൻ്റെ ഈ റിനൗൺസിയേഷൻ്റെ എന്താ പറയുക ബലശ്രുതി for being renounced in this world. Without working in this world, engaging in this world's transactions, without the world being inside you എന്ന് പറയുന്ന ആ സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന എൻഡ്ലെസ് ജോയ്, ദ ബലശ്രുതി ഫോർ ദാറ്റ്. ആൻഡ് എൻജോയ്മെൻറ്റ് ഡിറൈവ്ഡ് ഔട്ട് ഓഫ് സെൻസറി പെർസ്യൂട്ട്സ് ആർ ജനറേറ്റേഴ്സ് ഓഫ് പെയിൻ. അപ്പോൾ എന്ത് തന്നെ ഈ സെൻസറി പ്ലഷേഴ്സിൻ്റെ പുറകെ പോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങൾ, പ്ലഷേഴ്സ്, അത് ദർ ഈസ് ഓൾവേസ് സാറ്റിയേഷൻ ഫോർ ഇറ്റ്. അത് ഒരിക്കലും എൻലെസ് ആയിട്ട് പോകാൻ പറ്റില്ല. സെൻസറി പ്ലഷേഴ്സ് ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മതിയാവും അത്, ത്രൂ അവർ ഇൻ്റലിജൻസ്. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ഡിസ്കംഫേർട്ട് ആൻഡ് പെയിൻ, ദെർഫോർ പെയിൻ. അതേമാതിരി ഇനി ഈ സാറ്റിയേഷൻ കിട്ടിയില്ലെങ്കിലോ, സാറ്റിയേഷൻ കിട്ടിയാലത്തെ സ്ഥിതിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പോൾ പ്ലഷേഴ്സിൻ്റെ പുറകെ പോയിട്ട് എനിക്കതിന് സാറ്റിയേഷൻ കിട്ടിയില്ല എന്ന് വരിക, അതിനുള്ള ഫലങ്ങൾ എനിക്ക് അനുഭവിക്കാൻ ഫുള്ളി സാധിച്ചില്ല, അല്ലെങ്കിൽ കിട്ടിയില്ല. അങ്ങനെ വരുമ്പോഴോ നോൺ സാറ്റിസ്ഫാക്ഷൻ, ഡിസപ്പോയിൻമെൻറ്റ്, ആങ്കർ ആൻഡ് പെയിൻ, അഗെയിൻ പെയിൻ. അപ്പോൾ എൻജോയ്മെൻറ്റ് ഡിറൈവ്ഡ് ഔട്ട് ഓഫ് സെൻസറി പെർസ്യൂട്ട്സ് ആർ ജനറേറ്റേഴ്സ് ഓഫ് പെയിൻ. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതിന് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പെയിൻ, അവസാനം അൾട്ടിമേറ്റ്ലി പെയിനിൽ നിന്നെത്തും. ഹാവിങ് എ ബിഗിനിങ് ആൻഡ് എൻ എൻഡ്. ദ വൈസ് പീപ്പിൾ ഡു നോട്ട് റിജോയ്സ് ഇൻ സച്ച് ഹാപ്പിനെസ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന സന്തോഷങ്ങൾ, ആദ്യം കിട്ടുന്ന സന്തോഷങ്ങൾ പെർമനൻ്റ് ആയിട്ടുള്ള സന്തോഷങ്ങളാണെന്നുള്ള ബോധം ഈ പറയുന്ന ആത്മാവിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കലും അങ്ങനെ കരുതാനായിട്ട് സാധിക്കില്ല. If we can withstand selfishness, selfish desire and anger while living and transacting in this world, we will be happy. അതാണ് അതിൻ്റെ സമ്മറി. നമ്മളപ്പോൾ നമ്മളുടെ ഈ സ്വാർത്ഥ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ദേഷ്യം, ഈ രണ്ട് വികാരങ്ങൾക്ക് അടിമപ്പെടാണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുകയാണെങ്കിൽ then we will be happy. If we are only motivated by and enjoys the joys of the self, അപ്പോൾ നമുക്ക് ഈ ആത്മതത്വത്തിൽ മാത്രമാണ് എൻ്റെ മോട്ടിവേഷൻസ് എങ്കിൽ, ആൻഡ് റെവലിംഗ് ഇൻ ദ നോളജ് ഓഫ് ദ സെൽഫ്, എന്നിട്ട് എപ്പോഴും ഞാൻ അതിൽ
ആത്മാവിൽ തന്നെ അധിഷ്ഠിതമായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ വി വിൽ ഐഡൻറ്റിഫൈ വിത്ത് ദ സെൽഫ് ആൻഡ് ബിക്കം വൺ വിത്ത് ദ പവേഴ്സ് ഓഫ് ദ സെൽഫ്, ബ്രേക്കിംഗ് ഫ്രീ ഫ്രം ഓൾ ലിമിറ്റേഷൻസ്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ തന്നെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ശരീരത്തിൻ്റെയും ഒക്കെ ഇപ്പോഴുള്ള ശക്തികൾക്കൊക്കെ നമുക്ക് മുകളിലേക്ക് ഉയരുവാനായിട്ടുള്ള കഴിവ് നമുക്കുണ്ടാവുന്നത്. അപ്പം ബിക്കോസ് ആത്മതത്വം ഇൻഫിനിറ്റ് പവറാണ് നമ്മളുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളുടെ മനസ്സിനെയും ബുദ്ധിയെയും റിഫൈൻ ചെയ്ത് എല്ലാ വിധത്തിലും നമ്മളെ ഉന്നമനത്തിലേക്ക് എത്തിച്ചേർക്കും. വി വിൽ അറ്റെയിൻ ദ സ്റ്റേറ്റ് ഓഫ് ഇൻഫിനിറ്റ് പെർഫെക്ഷൻ വെൻ അവർ സിൻസ് ആർ ഡിസ്ട്രോയിഡ്. അപ്പം മനസ്സ്, ബുദ്ധി, ശരീരത്തിൻ്റെയൊക്കെ സിന്നുകൾ, അതുകൊണ്ടുണ്ടാവുന്ന ദുഷിപ്പുകൾ അടിസ്ഥിതമായിട്ടുണ്ടാവുന്ന പാപങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് വെൻ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആർ സബ്ലിമേറ്റഡ്, വി ആർ ഇക്വിപോയിസ്ഡ് ആൻഡ് സെൽഫ്ലെസ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് ആ പ്രോസസ്സാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് ജോയ്സ് ഓഫ് ദ സെൽഫ്, അതായത് ആൻറ്റിസിപ്പേഷൻ, അറ്റൈൻമെൻറ്റ് ആൻഡ് എൻജോയ്മെൻറ്റ്. അത് when it is towards the joys of the self, always towards the joys of the self, then the knowledge of the self will dawn in us, which will help us to identify with the self. When we identify with the self, it means we are renouncing the pleasures of the body, mind and intellect. And then we destroy all our sins. Devils of the mind are conquered. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വി റിനൗൺസ് ദ പ്ലഷേഴ്സ് ഓഫ് ദ BMI ആൻഡ് ദെർഫോർ ദ ഡെവിൾസ് ഓഫ് ദ മൈൻഡ് ആർ കോൺക്വേർഡ്. മനസ്സിൻ്റെ ഉള്ളിലത്തെ അസുരന്മാരെയും രാക്ഷസന്മാരെയും ഒക്കെ നമ്മൾ കൊല്ലും മനസ്സിൻ്റെ ഉള്ളിലുള്ള. അങ്ങനെ വി റീച്ച് എ സ്റ്റേറ്റ് ഓഫ് ഇക്വാനിമസ് മൈൻഡ് ആൻഡ് ഇക്വിപോയിസ് ഓഫ് ഇൻ്റലക്ട്, വിച്ച് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് റിനൗൺസിയേഷൻ, വിച്ച് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദി ഇൻഫിനിറ്റ്. ആ സ്റ്റേറ്റ് ഓഫ് റിനൗൺസിയേഷൻ ആണ് സ്റ്റേറ്റ് ഓഫ് ദി ഇൻഫിനിറ്റ്. ബ്രഹ്മത്തിൽ വ്യാപൃതനായിട്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നതിൻ്റെ പ്രോസസ്സാണ്. ഫ്രം ബീയിങ് മോട്ടിവേറ്റഡ് ബൈ ദ ജോയ്സ് ഓഫ് ദ സെൽഫ്, when you start working selflessly karma yoga and then applying the knowledge of the self karma jnana yoga, then the process will take us through the renunciation of the pleasures of the body, mind and intellect, and the killing of the devils of the mind, and taking us to the state of renunciation, karma sannyasam, which is the state of the infinite. Appo from the karma yoga, ജ്ഞാനകർമ്മയോഗ ടു കർമ്മസന്യാസ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ ഈ പറയുന്ന 4 ശ്ലോകങ്ങളിലൂടെ അതിൻ്റെ പ്രോസസ്സിനെ അവിടെ വർണ്ണിച്ചത്. സോ സെൽഫ്ലെസ്നെസ്, നോളജ് ആൻഡ് റെനൗൺസിയേഷൻ എന്ന് പറയുന്ന 3 സ്റ്റേറ്റ്, ഇതാണ് കർമ്മയോഗത്തിൻ്റെ ആ 3 അധ്യായങ്ങളിലൂടെ ആ ഒരു പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഗീത-ഇൻ്റലിജൻസ് ആപ്ലിക്കേഷൻ എന്നുള്ള നിലയിൽ നമുക്കതിനെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെ സ്പിരിച്വൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ഈ ലോകത്തിൽ നമുക്ക് ഈ 3 അധ്യായങ്ങളെ എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. വൺ ഈസ് അബൌട്ട് സെൽഫ്ലെസ് ആക്ഷൻ, ബീയിങ് സെൽഫ്ലെസ്, റെഡ്യൂസിങ് യുവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഫസ്റ്റ്. അതെങ്ങനെ എന്ന് പറയുന്നതാണ്, ഇറ്റ് ഈസ് അബൌട്ട് എന്താ പറയുക, ഒരു സ്റ്റാർ ആൻഡ് ഏണസ്റ്റ് പെർഫോമർ, ഏണസ്റ്റ്നെസ് ഉണ്ടാവുക നമ്മുടെ പ്രവർത്തനങ്ങളിൽ. ഇപ്പോൾ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് വെൻ ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു എ പ്രൊഫഷൻ എക്സെട്ര, ബി ഫോക്കസ്ഡ്, ബി ഹാർഡ് വർക്കിംഗ്, ബി എ ലേണർ, എ സീക്കർ ഓഫ് നോളജ്, പ്രൊആക്റ്റീവ് ഇൻ യുവർ initiative taking and anything, all your actions, thinking, etc. Become a great team player and with the right attitudes and right motivations. അങ്ങനെ ഉള്ള ഒരു മാനസിക അവസ്ഥ, ദാറ്റ് ഈസ് ഏണസ്റ്റ് പെർഫോമൻസ്. ദിസ് ഏണസ്റ്റ് പെർഫോമൻസ്, you can become an earnest performer or a earnest follower, a star follower, only when you start reducing your likes and dislikes and be rooted in sense of duty, sense of priorities and sense of knowledge. അതാണ് സെൽഫ്ലെസ് ആക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ when you are entrenched in your professions, in your workplaces, through reducing likes and dislikes and became a star follower, slowly knowledge will dawn. Knowledge of the processes, knowledge of the processes of your workplace, knowledge of the domain, more and more knowledge of the domain will come through experience as well as continuous education. അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സിൽ നിന്ന്, അത് ഏണസ്റ്റ് ആക്ഷനിൽ നിന്ന്, പെർഫോമറിൽ നിന്ന് we will become a star performer of who is capable of taking the right initiatives. Because initiatives, you can take initiatives, but when it is knowledge based, it becomes right initiatives. You can develop networks, but when it is knowledge based, it becomes right networks.
സത്സംഗത്തിലേക്ക് അത് എത്തിച്ചേരുക. അല്ലെങ്കിൽ വെറും ഇങ്ങനെ ലോട്ട് ഓഫ് എനർജി ഈസ് വേസ്റ്റഡ് ത്രൂ യുവർ ഫ്രണ്ട്ഷിപ്സ് ഇനീഷ്യലി, ബിക്കോസ് യു ഡോണ്ട് നോ ഹൂ ഈസ് capable of helping you and who should you connect with, etc. So you will waste a lot of and learn, but knowledge, when it comes, you will actually start sieving your network. That happens. Manage the whole self. Then we start managing our own self. Self at work, life, workplace, at home. അതൊക്കെ ബാലൻസ് ചെയ്തിട്ട് ഇക്വാനിമസ് ഇക്വിപ്പോയിസ്ഡ് ആയിട്ട് നമുക്ക് രണ്ടും വർക്ക് ആൻഡ് പ്ലഷർ, വർക്ക് ആൻഡ് ലൈഫ്, ഹോം ലൈഫ് ആൻഡ് പ്രൊഫഷണൽ ലൈഫ്, അതൊക്കെ ബാലൻസ് ചെയ്യാൻ സാധിക്കും. വിൽ സ്റ്റാർട്ട് ഡെവലപ്പിംഗ് ഗ്ലോബൽ വാല്യൂസ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് വെരി കീ ഹോൾ വ്യൂസ് ഒക്കെ മാറി നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് യു ബിക്കം എ സ്റ്റാർ ഫോളോവർ ആൻഡ് യു ബിക്കം എ സ്റ്റാർ ടീം പ്ലെയർ. യു ബിക്കം ഓർഗനൈസേഷണൽ സാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ, അതായത് ടീം സിസ്റ്റം ലെവൽ തിങ്കിങ്, ഫുൾ ടീം ലെവൽ തിങ്കിങ്, ഓർഗനൈസേഷൻ ലെവൽ തിങ്കിങ്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, അതൊക്കെ എൻ്റെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ പോയി അവിടെ. I am not looking at that. I am focused on the organizational goals. And you will become also a effective communicator. You will become a good mentor, coach, etc. അതൊക്കെ ആവാൻ സാധിക്കും. കാരണം you have work experience, you have right attitudes, you have knowledge, and you know how to apply these things. അപ്പോൾ you become and you know how to communicate it to the youngsters, other people who are coming, your men. അങ്ങനെ നമ്മളെ you become a knowledge based star performer ആയി മാറുന്നു. From selfless action to knowledge based. അപ്പോൾ when that knowledge is there, what is happening, you are sublimating your likes and dislikes. നേരത്തെ റെഡ്യൂസിങ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് ഈ സപ്രഷൻ, അത് നമ്മളിങ്ങനെ അടിച്ചമർത്തിയിട്ടായിരിക്കും പ്രവർത്തിക്കും. പിന്നീട് നോളജ് വരുമ്പോൾ വി വിൽ സ്റ്റാർട്ട് സബ്ലിമേറ്റിംഗ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. പിന്നെ ഈ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഒക്കെ ഇതൊക്കെ എങ്ങനെയൊക്കെ എനിക്കിങ്ങനെ തോന്നിയിരുന്നത് എന്താണെന്ന് തോന്നും നമുക്ക് പിന്നീട്. അങ്ങനെ വി ബിക്കം സബ്ലിമേറ്റഡ് വിത്ത് ഓഫ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ദാറ്റ് ഈസ് ജ്ഞാനകർമ്മ യോഗ. അപ്പോൾ കർമ്മയോഗ, mere കർമ്മയോഗ becomes jnana karma yoga, and then from there what happens is you will start going up the ladder and you will become a leader. True leadershipലേക്ക് എത്തുന്നു when you reach the state of renunciation of no likes and dislikes. ചെറിയ sublimation ഒക്കെ കഴിഞ്ഞ് nothing, no likes and dislikes, purely driven by goals, the critical path goals, the bottom line goals, etc. whatever, for നമ്മുടെ ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് ദ ഓർഗനൈസേഷൻസ് ഇഫക്റ്റ് ഇൻ ദ വേൾഡ്. അപ്പോൾ ഓർഗനൈസേഷൻ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ആണെങ്കിൽ ആ പ്രോഡക്റ്റ്, ഹൗ ദാറ്റ് പ്രോഡക്റ്റ് ഈസ് affecting the society, the people who are using it, and how their complete എന്താ പറയുക, how they can be elevated by this product, the features of this product എന്നൊക്കെ പറയുന്നതായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. Become a true leader of shared goals, of inclusive welfare. എല്ലാവരുടെയും അത് it becomes the highest level. Process oriented, you become totally process oriented. You are never an unsettling influence, neither in your team or in the society, in outside stakeholders, all stakeholders. അതൊക്കെ എല്ലാവരെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ലീഡറായി മാറും. Identified involvement, you are totally identified with what you are doing, and you also have the mental attitude of empowering anyone who you connect with, the people who are working under you, etc. You will also have an eye for them to raise them up. അങ്ങനെയുള്ള ഒരു ട്രൂ ലീഡർ ആയിട്ട് മാറുന്നു. സോ ഈ മൂന്ന് അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജീസിനെ ഇഫ് യു ആർ ഏബിൾ ടു അപ്ലൈ ഇറ്റ്, then you become a true leader through the process of selfless action, through knowledge-based selfless action, and through knowledge-based renunciation. കർമ്മയോഗ, ജ്ഞാനകർമ്മയോഗ ആൻഡ് കർമ്മസന്യാസം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുന്ന ഒരു പ്രോസസ്. ദിസ് ഈസ് ബേസിക്കലി വാട്ട് വി നീഡ് ടു ലേൺ ഫ്രം ദീസ് 3 ചാപ്റ്റേഴ്സ് ഓഫ് കർമ്മയോഗ. സെൽഫ്ലെസ്നെസ്, നോളജ്, റിനൗൺസിയേഷൻ. അതാണ് 3 അധ്യായങ്ങൾ, 3, 4, 5 അധ്യായങ്ങൾ. അപ്പോൾ പിന്നെ അതിലൊരു സംഗതി നമ്മൾ we can look at, how do we get to that renunciation state? അത് പറഞ്ഞിട്ടുണ്ട്, സെൽഫിഷ് ഡിസയർ ആൻഡ് ആങ്കർ, ത്രോ ഇറ്റ് ഓഫ്. അപ്പോൾ how can you do that? The following steps are recommended. ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്നുള്ള നിലയിൽ, do not brood over likes and dislikes so that they get strengthened. അപ്പോൾ നമ്മൾ when we are brooding over our likes and dislikes, only we get
പിന്നെ അതായത് നമ്മളെ എനിക്ക് ഇഷ്ടമല്ലാതെ ഇഷ്ടമാണിത്, ഇങ്ങനെയല്ല, അയാളുടേത് എനിക്ക് ദേഷ്യമാണ്, ഈ ടൈപ്പ് വർക്ക് എനിക്ക് ഇഷ്ടമല്ല, ഇതൊക്കെ ഞാൻ എന്തിനാ ചെയ്യണേ, അങ്ങനെയുള്ള ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് പിന്നെയും സ്ട്രെങ്തൻഡ് ആവും ബ്രെയിനിൽ, ബിക്കോസ് ഓഫ് റെപ്പിറ്റേഷൻ. യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്, അതാണ് ബ്രെയിൻ തിയറി, ന്യൂറോ സയൻസ് പറയുന്നത്. ഹാബിറ്റ്സ് എക്സെട്ര, യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. ഇഫ് യു സ്റ്റാർട്ട് യൂസിങ് ഇറ്റ് ബിക്കം എ ഹാബിറ്റ്. അപ്പോൾ നമ്മുടെ ഈ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് മനസ്സിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ലാർജർ ആൻഡ് ലാർജർ ആൻഡ് ലാർജർ ആൻഡ് യുവർ ഡൈക്കോട്ടമീസ് വിൽ ബിക്കം ലാർജർ. മനസ്സിൻ്റെ കണ്ടീഷൻ വിൽ ബിക്കം സ്വേയിങ് ഫ്രം വൺ എക്സ്ട്രീം ടു ദി അതർ. അപ്പോൾ ബ്രൂഡിങ് ഓർ കോൺസ്റ്റൻറ്റ് തിങ്കിങ് കോസസ് those neural connections to get thicker and stronger by repeated firing of those connections. So we should not brood over likes and dislikes. Instead, we should brood over the power of the self. അപ്പോൾ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സിൻ്റെ ബ്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മനസ്സിൻ്റെ ഉള്ളിലുള്ള ആർക്കിടെക്ചറൽ ചേഞ്ച് ബ്രെയിനിൽ can happen when you do the other way. That is, if you constantly tell yourself that you are the self. And you should not be carried away by a Brahmin, cow eater or an elephant, etc. Then you will be rooted in the self. It becomes your habit. So do not brood over likes and dislikes. So they are not strengthened. Okay. And then control the physical expression of desire and anger when they surface. ഇത് നമ്മുടെ ദേഷ്യവും സെൽഫിഷ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതിന് കൺട്രോൾ ചെയ്യണം എങ്ങനെ? ഫെയിലിംഗ് ടു ആക്ട് ഓൺ യുവർ ഇമ്പൾസീവ് ആയിട്ട് വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്താം, ചെയ്യരുത്. ഡോണ്ട് ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. വീക്കൻസ് ദ കണക്ഷൻസ്. അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴൊക്കെ എനിക്ക് ദേഷ്യം വരുന്നുവോ ആ സമയത്ത് ഞാൻ ഇമ്മീഡിയറ്റ്ലി റിട്ടോർട്ട് ചെയ്യില്ല. ഐ വിൽ ജസ്റ്റ് ചെക്ക് മൈ സെൽഫ്. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ, മേ ബി ഒരു 1 month 2 month ഓഫ് പ്രാക്ടീസിങ് ദിസ് റെഗുലർലി, യു വിൽ ഫൈൻഡ് ദാറ്റ് ആങ്കർ കംസ് ബട്ട് യു ആർ നോട്ട് പവേർഡ് ബൈ ദാറ്റ്. ഇമ്പൾസീവ് ആയിട്ടുള്ള പവർ പുറത്തേക്ക് വരില്ല. ദിസ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദോസ് ഇമ്പൾസസ്. പിന്നെ സബ്ലിമേറ്റ് ദ ടെൻഡൻസീസ്. എന്നിട്ട് ദെൻ സ്ലോലി ഇത് ആദ്യം ഇത് പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെ. Then slowly it will be sublimated. Sublimating the tendencies through knowledge and understanding, or selfless activities, yajna-spirited activities that weaken such impulses. അപ്പോൾ ഈ ദേഷ്യത്തിന് അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എതിരായിട്ടുള്ള സംഗതികൾ നമ്മൾ പതുക്കെ അത് മനസ്സിലാക്കി അതെന്തിനാണത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിൾ സംഗതികൾ, ഇപ്പോൾ സിഗരറ്റ് വലിക്കണ മോശമാണ്, അപ്പോൾ സിഗരറ്റ് വലിക്കാനുള്ള ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ സിഗരറ്റ് വലിച്ചാലുണ്ടാകുന്ന ദോഷങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കി അതിനെ സബ്ലിമേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സിമ്പിൾ പ്രോസസ്സ്. അതുമാതിരി എന്ത് സംഗതികൾ ചെയ്യുമ്പോഴും, അപ്പോൾ നമ്മളുടെ ഓഫീസിലത്തെ സ്ട്രാറ്റജീസ് ആയാലും ചെയ്യേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആയാലും ഒക്കെ ഇത് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നോളജ് ഹെൽപ്സ് ഗെറ്റ് ഓവർ യുവർ നെഗറ്റീവ് ടെൻഡൻസീസ്. Reasoning from within helps to halt repeated firings through taking positive and progressive actions. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ റീസൺ ചെയ്യണം. എന്തുകൊണ്ടാണ് അത് തെറ്റ്? ഐ വാണ്ട് ടു ഡു, എൻ്റെ മനസ്സ് പറയുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ഇമ്പൾസീവ് ആയിട്ടുള്ള നേച്ചറിൽ ഐ ആം ട്രൈങ് ടു ഡു തിങ്സ് ദാറ്റ് ആർ റോങ്, ഫോർ എക്സാമ്പിൾ. അപ്പോൾ അത് പിടിച്ചു നിർത്തിയിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പറയാം, അതല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് തിങ്, ദിസ് ഈസ് ദ റൈറ്റ് തിങ്. ബിക്കോസ് യു നോ ആ ഒരു ലോജിക്കൽ പ്രോസസ് ഓഫ് ഡെലിബറേറ്റിംഗ് വിതിൻ യു എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത് ചെയ്യുക. മെയിൻറ്റെയിൻ ആൻ അലേർട്ട് മൈൻഡ്. അപ്പോൾ അതിന് വാട്ട് ഈസ് റിക്വയർഡ് ഈസ് മെയിൻറ്റെയിൻ എൻ അലേർട്ട് മൈൻഡ്. ദാറ്റ് യു ഷുഡ് ബി വാച്ച്ഫുൾ ഓഫ് യുവർ മൈൻഡ് ദാറ്റ് ലുക്സ് ഔട്ട് ഫോർ ട്രാൻസ്ഗ്രഷൻസ് ഇൻ ആറ്റിറ്റ്യൂഡ്, ആക്ഷൻസ് ആൻഡ് അവെയർ ഓഫ് ഇമ്പൾസസ് വിതിൻ. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യാൻ പോകുന്നു, തെറ്റായിട്ട് ചിന്തിക്കുന്നു ഞാൻ, എന്നിട്ട് അതിലേക്ക് പോകാൻ പോകുന്നു, പിടിച്ചു നിർത്തുക. ആൻഡ് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ നിന്നുള്ള ഉൾവിളികൾ ഉണ്ടാവണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിന് മനസ്സിങ്ങനെ വാച്ച്ഫുൾ ആയിരിക്കണം. മൈൻഡ് ഷുഡ് ബി വാച്ചിങ് ഓവർ യു. അപ്പം നമ്മൾ വി ഷുഡ് ടേക്ക് ദാറ്റ് മൈൻഡ് ഔട്ട് ആൻഡ് ദെൻ ഹാവ് എ ലുക്ക് അറ്റ് ഫ്രം എ ഈഗിൾസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വി ക്യാൻ സ്ലോലി ബട്ട് ഷുവർലി കൺട്രോൾ യുവർ സെൽഫിഷ് ഡിസയർ ആൻഡ് ആങ്കർ. ആ ഒരു സ്റ്റേറ്റിലേക്ക് റിനൗൺസ്ഡ് സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ലാസ്റ്റ് 4 ശ്ലോകങ്ങളാണ് ഇനി. അതിൻ്റെ പ്രോസസ്സ് ഒന്നും കൂടി സമ്മറൈസ് ചെയ്യാണ്. ഇഫ് വി ഹാവ് റിനൗൺസ്ഡ് സെൽഫിഷ് ഡിസയേഴ്സ് ആൻഡ് ആങ്കർ, അങ്ങനെ സെൽഫിഷ് ഡിസയേഴ്സും ആങ്കറിനെയൊക്കെ നമ്മൾ വലിച്ചെറിയുകയാണെങ്കിൽ, ആൻഡ് നമ്മുടെ മനസ്സിനെയും സെൻസസിനെയും ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, ആൻഡ് ഐ ഹവ് ടേസ്റ്റഡ് ദ ഹാപ്പിനെസ് ഓഫ് ദ ജോയ്സ് ഓഫ് ദ സെൽഫ്. എന്നിട്ട് ജോയ്സ് ഓഫ് ദ സെൽഫ് നമ്മൾ ടാപ്പ് ചെയ്യും. അതായത് നമ്മൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പ്രവർത്തിച്ചിട്ട് ഇങ്ങനെ ദുഷിച്ച ബലങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഞാൻ പിടിച്ചു നിർത്തിയിട്ട് എന്നെ ഫോഴ്സ്ഫുള്ളായിട്ട് നോളജ് അപ്ലൈ ചെയ്ത് ഞാൻ റിനൗൺസ് ചെയ്തിട്ട് ഞാൻ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു സക്സസ് ഉണ്ട്. അത് ആദ്യം തന്നെ കിട്ടിത്തുടങ്ങും. കുറേശ്ശെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അത് കിട്ടിത്തുടങ്ങുമ്പോൾ
then we are sure to attain state of perfection in all our actions. അത് നമ്മൾ ആസ്വദിക്കണം, എക്സ്പീരിയൻസ് ചെയ്യണം. യു ഹാവ് ടു ഐഡൻറ്റിഫൈ വിത്ത് ഇറ്റ് ആൻഡ് യു ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ് ത്രൂ ആക്ഷൻസ്. അങ്ങനെ ചെയ്യണം. അതല്ലാണ്ട് ഇതൊന്നും എനിക്ക് പറ്റില്ല, അതൊക്കെ അങ്ങനെയൊക്കെ പറയും എല്ലാവരും, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അവരോട് ഇഷ്ടമല്ല എന്നൊക്കെ ഉള്ളത് സംഗതികൾ നമ്മൾ മാറ്റി ഫോഴ്സ്ഫുള്ളായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു റിഫൈൻമെൻറ്റ് സെൽഫ് എഫേർട്ട് എടുക്കണം. പുറത്തേക്ക് സെൽഫിൻ്റെ എഫേർട്ട് പുറത്തേക്ക് കൊണ്ടുവരണം. മനസ്സിൻ്റെ എഫേർട്ടും ഇൻ്റലക്റ്റിൻ്റെ എഫേർട്ടും എന്താണെന്നുള്ളതിനെ പിടിച്ചു നിർത്തിയിട്ട് സെൽഫിൻ്റെ എഫേർട്ട് കൊണ്ടുവന്ന് അതിനെ താത്തിക്കൊണ്ടിരുന്ന് കഴിയുമ്പോൾ കിട്ടുന്ന പെർഫെക്ഷനാണ് അതിലേക്ക്. അപ്പോൾ ആ ജോയ്സ് ഓഫ് ദ സെൽഫ് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. അതിൻ്റെ ഒരു ജോയ്സ് ഓഫ് ദ സെൽഫ് എന്ന് പറയുന്ന ഒരു തരം എന്താ പറയുക, ലൈറ്റ് ഫീലിംഗ് ആണത്. അത് ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ആ ഹാപ്പിനെസ് നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങണം. അത് കുറേശ്ശെ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ അതിനോട് ഹരമാവും നമുക്ക്. ആൻഡ് വിൽ ഫോൾ ഫോർ ദാറ്റ് ആൻഡ് വിൽ സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ്. ആ സബ്ലിമേഷൻ പ്രോസസ്സിൽ വിൽ ബിക്കം റൂട്ടഡ് ഇൻ all our thoughts and actions. അപ്പോൾ അതിൻ്റെ അടുത്ത രണ്ട് ശ്ലോകങ്ങൾ ഈസ് ദ സമ്മറി ഓഫ് റിനൗൺസിയേഷൻ. അത് നോക്കാം. ഇഫ് വി ഷട്ട് ഔട്ട് ഓൾ ഡിസ്ട്രാക്ഷൻസ് അറൈസിങ് ഔട്ട് ഓഫ് സെൽഫിഷ്നെസ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, അതിനെ നമ്മൾ കംപ്ലീറ്റ്ലി ഷട്ട് ഔട്ട് ചെയ്യണം. ആൻഡ് ബിക്കം ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ദി ഹയർ ഓർഡർ തോട്ട്സ് ബൈ ടോട്ടലി കട്ടിങ് അവേ ഫ്രം എക്സ്റ്റേണൽ പ്രഷേഴ്സ് ഉണ്ടാവാം മറ്റേതിലേക്ക് പോകാനായിട്ട്, സെൽഫിഷ്നെസ്സിലേക്ക് പോകാൻ, അതിനെയും കട്ട് ചെയ്ത് കളയണം ബൈ സെറ്റിംഗ് ഹൈ ഗോൾസ്. അപ്പോൾ ഇൻ്റലക്റ്റ് അതിലേക്ക് കൊണ്ടുവരണം എന്നർത്ഥം. ആൻഡ് ഫ്രീയിങ് അവേഴ്സെൽഫ് ഫ്രം സെൽഫിഷ്നെസ്, ഫിയർ ആൻഡ് ആങ്കർ, വി വിൽ അറ്റൈൻ പെർഫെക്ഷൻ ഇൻ ആക്ച്വലൈസിങ് അവർ കേപ്പബിലിറ്റീസ്. നമ്മുടെ മനസ്സ്, ബുദ്ധി, ശരീരത്തിന് സകലവിധ ശക്തികളും കൊടുക്കുവാനായിട്ട് സെൽഫ് ഉണ്ട്. ആ സെൽഫ് വിൽ ഹെൽപ്പ് യു ടു ഗെറ്റ് പവേർഡ് ടു ദി എക്സ്ട്രീംസ് ആൻഡ് വിൽ ബി ലിബറേറ്റഡ് ഫ്രം ദ ട്രാവൽസ് ഓഫ് ലിമിറ്റഡ് എക്സിസ്റ്റൻസ്. ലിമിറ്റഡ് ആയിട്ടുള്ള, കണ്ടെയ്ൻഡ് ആയിട്ടുള്ള, കംഫർട്ട് സോൺസിലുള്ള ജീവിതത്തിനെ മാറ്റി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ആ എക്സ്പാൻഷനാണ് ലിബറേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ലിമിറ്റഡ് എക്സിസ്റ്റൻസ് ഈസ് കണ്ടെയ്ൻമെൻറ്റ് ആൻഡ് വെൻ യു ആർ ഫ്രീ ആൻഡ് എക്സ്പാൻഡിങ് യു ബിക്കം ലിബറേറ്റഡ്. മോക്ഷത്തിലേക്ക് എത്തിച്ചേരും. ഹാവിങ് ദസ് ടാപ്ഡ് ദ ഇൻഫിനിറ്റ് പവേഴ്സ് വിത്തിൻ. അങ്ങനെ നമ്മുടെ ഉള്ളിലത്തെ പവേഴ്സിനെ നമ്മൾ ഫുള്ളി ടാപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ദാറ്റ് പവർ, ആ പവർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ആ പവറിൻ്റെ ഫുൾ ശക്തിയുള്ള പവർ ഏതാണ്? സെൽഫ്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് പവർ? ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഓൾ സാക്രിഫൈസസ് ആൻഡ് ഓസ്റ്ററിറ്റീസ്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സാക്രിഫൈസ് ചെയ്യാനായിട്ടുള്ള യജ്ഞത്യാഗഭാവങ്ങൾ ആൻഡ് ഓസ്റ്ററിറ്റീസ്, യജ്ഞത്യാഗഭാവങ്ങൾ, ദ പവർ ദാറ്റ് മേക്സ് എവറിഥിങ് പോസിബിൾ. ഈ യജ്ഞത്യാഗഭാവങ്ങളാണ് നമ്മളുടെ ഈ ലോകം മുഴുവനും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾ അവർ ആസ്പിറേഷൻസ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ത്രൂ സാക്രിഫൈസ് ആൻഡ് ഓസ്റ്ററിറ്റീസ്. ദാറ്റ് സാക്രിഫൈസ് ആൻഡ് ഓസ്റ്ററിറ്റി ഈസ് ദ പവർ ഓഫ് സെൽഫ് ഇൻസൈഡ്. ആൻഡ് ദാറ്റ് പവർ ഓഫ് ദ സെൽഫ്, austerities and sacrifice, will make possible anything in this world. The whole world will be created for you. Therefore, that power is the Lord of all that is created. Ishwaran, that is the Ishwara right inside us. The friend of everyone. എല്ലാവരുടെയും നമ്മൾ അതിനോട് ഭക്തിയോടുകൂടി ഇരിക്കുന്ന ഒരു സ്റ്റേറ്റ് എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ ആ ശക്തിയുടെ ഭക്തനാണ്. ആ ശക്തിയുടെ ഭക്തനാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നമ്മുടെ ഭക്തിയും ബുദ്ധിയും ഒക്കെ നമ്മൾ ആ ആത്മതത്വത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് പ്രവർത്തിക്കുമ്പോൾ വി ആർ അഷ്വേർഡ് ഓഫ് അറ്റൈനിങ് പീസ് ആൻഡ് ഫുൾഫിൽമെൻറ്റ്. ദാറ്റ് ഈസ് ദി ലാസ്റ്റ് ശ്ലോക. സോ ബേസിക്കലി ഇറ്റ് ഈസ് ഓൾ അബൌട്ട് സെൽഫിഷ്നെസ്. Actually, selfishness creates lots of distractions. Whereas, and extrinsic motivations, that has to be now changed to the joys of the self, which will sublimate selfishness and eliminate fear and anger and actualize your capabilities so that you become limitless, which means from selfishness, you are liberated to the power of selflessness, limitation. Adana renunciation path, the path of renunciation. എന്ന് പറയുന്നത്. So this is basically what, it is all about that infinite, the power infinite, Brahman. നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ട് as sacrifice, Brahman is rooted in sacrifice, which means that all of us are rooted in sacrifice. And that sacrifice is the power, the Lord, Ishwara, which creates the whole world and which also helps you to be inspired by the power of the self. ഭക്തി, സെൽഫിൽ ഭക്തിയോടുകൂടിയിട്ട് ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്, റീച്ചിങ് യു ടു പീസ് ആൻഡ് ഫുൾഫിൽമെൻറ്റ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് നമ്മളെ എത്തിക്കും. സോ ആ പ്രോസസ്സ്, ദിസ് ഇസ് the process of renunciation. Therefore, in summary, is
having the vision of unity in diversity, which creates intellectual poise, which gives you the awareness of the power of the self within. Then therefore we are motivated by the joys of the self, and we will get rooted in the knowledge of the self, which means that we identify with that self. And when we identify with that self, our selfishness will get sublimated. And when that sublimation occurs, it will eliminate all the foes of your mind, enemies of your mind. And that sublimation, therefore, is the route to self-actualization, which liberates you from all limitations. And that liberation is nothing but the state of renunciation or the state of the infinite Brahman. അപ്പോൾ ബ്രഹ്മത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. കർമ്മത്തിലൂടെ നമ്മൾ ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരുന്നത് ഇതിൻ്റെ പ്രോസസ്സാണ് കർമ്മയോഗം. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ദ സ്പെസിഫിക് പ്രോസസ്സസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കഴിഞ്ഞ 5, 8, 10 ശ്ലോകത്തിൽ കണ്ട പ്രോസസ്സാണ് ഇവിടെ. ഫ്രം ദാറ്റ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വിഷൻ ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ടു limitlessness in existence, to becoming infinite. Infinite meaning we are confident of that Brahman inside us, and therefore we are never limited by any of this sway of emotions and or the sway of ideological thinking or limitations of ideological thinking, and become fully strengthened by the power of the self from within as self-effort, as sacrifice and as austerities, and start creating a world, whatever world you want. And that world is created, and you become the lord of that world, the self, because the self already is the lord of that world, Ishvara, and you become the lord of that world, and you also become devoted to the self. You are one with that self. In the state like ethichirunnu. So, yeah. Yes. The power of sacrifice is the root of creation. എന്ന് പറഞ്ഞാൽ, is it right, or can you elaborate the power of sacrifice as a creation? അതായത് നമ്മളുടെ ബ്രഹ്മം എന്ന് പറയുന്ന ശക്തി തന്നെ ആ ബ്രഹ്മം എന്ന് പറയുന്ന ശക്തിയാണ് യൂണിവേഴ്സ് ആയത്. ഓക്കെ, ആൻഡ് യൂണിവേഴ്സ് ആയപ്പോൾ ബ്രഹ്മം ഈ യൂണിവേഴ്സിലേക്ക് ആദ്യം ട്രാൻസ്ഫർ ചെയ്ത ശക്തിയാണ് സാക്രിഫൈസ് എന്ന് പറയുന്ന ശക്തി. അതുകൊണ്ടാണ് യു വിൽ ഫൈൻഡ് ദാറ്റ് ദ ഹോൾ യൂണിവേഴ്സ് ഈസ് സെൽഫ്ലെസ്ലി വർക്കിംഗ്. ഇറ്റ് ഈസ് നോട്ട് കൺട്രോൾഡ് ബൈ സെൽഫിഷ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ലെവലിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ സൂര്യൻ പ്രകാശം തരുന്നു, സൂര്യനൊന്നും തിരിച്ചു ചോദിക്കുന്നില്ല. അങ്ങനെ ഓരോന്നും അങ്ങനെ എല്ലാം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരെ എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ജീവൻ, ബയോളജിക്കൽ ലൈഫൊക്കെ വന്നപ്പോൾ, എർത്ത് പോലെയുള്ളൊരു സംഗതി പ്ലാനറ്റിൽ മനുഷ്യൻ വന്നു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മാത്രമാണ് ഈ സാക്രിഫൈസ് എന്ന എലമെൻറ്റ് മാറ്റി സെൽഫിഷ്നെസ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് മനസ്സിലേക്ക് കൊണ്ടുവന്നത്. അതാണ് പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയതെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ആദ്യം തന്നെ ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ്, അപ്പോൾ ദെർഫോർ ഈ സാക്രിഫൈസ് ആണ് ബ്രഹ്മത്തിൻ്റെ ഫിസിക്കലായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ഇൻ ദിസ് വേൾഡ്, ഇൻ ദിസ് യൂണിവേഴ്സ് ആൻഡ് ഇൻ ദിസ് വേൾഡ്. So the whole world is resting in Brahman. എന്ന് പറഞ്ഞാൽ whole world is resting in sacrifice. And similarly, therefore, our existence is resting in sacrifice. അപ്പം we are all rooted in sacrifice. ആ സാക്രിഫൈസിനെയാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ, അപ്പം നമ്മളിപ്പോൾ സെൽഫ് എല്ലാം സെൽഫിനെ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് പുറത്തേക്ക്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സെൽഫിനെ എങ്ങനെ കൊണ്ടുവരിക? സാക്രിഫൈസ്, യജ്ഞഭാവം, ത്യാഗഭാവം, സമർപ്പണഭാവം, പ്രസാദഭാവം. ഈ ഭാവങ്ങൾ നമ്മളുടെ പ്രവർത്തനത്തിലും ചിന്തയിലും പ്രവർത്തനത്തിലും കൊണ്ടുവരുമ്പോൾ നമ്മൾ ബ്രഹ്മത്തിനെ മിൽക്ക് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പുറത്തേക്ക്. ജസ്റ്റ് ലൈക്ക് കാമധേനുവിൻ്റെ പാല് മിൽക്ക് ചെയ്തെടുക്കണ മാതിരി എന്നൊക്കെ നമ്മൾ 3ാമത്തെ അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ വി ആർ മിൽക്കിംഗ് ദാറ്റ് സാക്രിഫൈസ് ത്രൂ ദീസ് strategies of karma, the bhavas of karma, and then exhibiting it as selfless actions in this world, creating a sustainable world, sustainable happiness for yourself. അങ്ങനെ അതാണ് ദാറ്റ് ഇസ് ദ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഓൾ ദിസ്. സോ വർക്ക് പ്ലേസ് ആപ്ലിക്കേഷൻ, വൺ ഹൂ, ഇപ്പം നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒന്നും കൂടെ റീറൈറ്റ് ചെയ്യാണ് ഇവിടെ. അതായത് this sloga 27 and 28, 5:27, 28, if we shut out all distracting, അതിനെ ഞാൻ ഒരു പ്രാക്ടിക്കൽ ലെവലിൽ എഴുതുകയാണ് ഇപ്പോൾ. ഗീത ഇൻ്റലിജൻസ്, വൺ ഹൂ ഷട്ട്സ് ഔട്ട് എന്ന് പറഞ്ഞാൽ, ഷട്ട്സ് ഔട്ട് എന്ന് പറഞ്ഞാൽ റെനൗൺസസ്. ഓക്കെ, distractions arising out of setting personal goals
is fully focused on contributing the critical path activities. Totally cutting away. Again, cutting away means renouncing. Renouncing from pressures of distracting influences. Maybe kaikuli, അങ്ങനെയൊക്കെ ആയിരിക്കാം, പലതും ആയിരിക്കാം. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് by setting organizational goals as my own personal goals, that is you start thinking as a leader, as a stakeholder. Whether you are a stakeholder or a leader doesn't matter. You start thinking like that. That is what it is. And setting the goals as your own goals. Freeing yourself from, meaning renouncing personal interest and proactively engaging in helping others. Sacrifice. Will attain perfection in self-actualizing capabilities. അപ്പോൾ നമുക്ക് നമ്മുടെ പവേഴ്സിന് പുറത്തേക്ക് മുഴുവൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. ആൻഡ് വിൽ ബി ലിബറേറ്റഡ് ഫ്രം ഗെറ്റിംഗ് സ്റ്റക്ക് ഇൻ ലിമിറ്റഡ് പെർഫോമൻസ് സൈക്കിൾസ് ഓർ കംഫർട്ട് സോൺസ്. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ കംഫർട്ട് സോൺസിൻ്റെ ഉള്ളിൽ അതിൽ നിന്നൊന്നും പുറത്തേക്ക് ഇറങ്ങില്ല, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ അതൊക്കെ മതിയാവും, ഇതൊക്കെ ദിസ് ഈസ് എനഫ് എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള എക്സിസ്റ്റൻസിൽ നിന്ന് വി വിൽ എന്താ പറയുക, വിൽ ബ്രേക്ക് ലൂസ് ഫ്രം സച്ച് ലിമിറ്റേഷൻസ് ആൻഡ് വിൽ സ്റ്റാർട്ട് എക്സ്പാൻഡിങ്. ദാറ്റ് ഈസ് ലിബറേഷൻ ഇൻ എക്സിസ്റ്റൻസ്, ഫിസിക്കൽ എക്സിസ്റ്റൻസ്, ലിബറേഷൻ ഇൻ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഈ ലോകത്തിൽ നമുക്ക് മോക്ഷത്തോടു കൂടിയിട്ട് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും ത്രൂ. അപ്പം നോക്കാം, ഇതൊക്കെ എല്ലാം എവറിത്തിങ് ഈസ് അബൌട്ട് റിനൗൺസിയേഷൻ. ദി റിനൗൺസിയേഷൻ ഈസ് നോളജ് ബേസ്ഡ് റിനൗൺസിയേഷൻ, ദാറ്റ് ഈസ് കർമ്മസന്യാസം. ഇതാണ് കർമ്മസന്യാസം. ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനെയാണ് കർമ്മസന്യാസം എന്ന് പറയുന്നത്. അല്ലാണ്ട് കർമ്മങ്ങളിൽ നിന്ന് ഓടി സന്യാസിയായിട്ട് എന്ന് പറയുന്നത് നമ്മുടെ റോങ് സന്യാസമാണ് ശരിക്കും. ദിസ് ഈസ് ഓൾസോ സന്യാസ, ബട്ട് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ട്രൂ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ വേർഡ് സന്യാസ. സംന്യാസം എന്നാണ് നമ്മളുടെ മനസ്സ് ബുദ്ധി ശരീരത്തിനോടുള്ള സംഘം ന്യസിക്കുക, അതിനോടുള്ള സംഘം. എൻ്റെ മനസ്സ് ബുദ്ധി ശരീരത്തിനോടുള്ള എൻ്റെ സംഘം, മൈ അറ്റാച്ച്മെൻറ്റ്, ഐ റിനൗൺസ് ദാറ്റ്. സന്യാസ, ദാറ്റ് സന്യാസ ഈസ് ബേസിക്കലി വാട്ട് കർമ്മസന്യാസ ഈസ്. അപ്പോൾ കർമ്മസന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാണ്ട് ഹിമാലയത്തിൽ പോയിരിക്കുക അല്ലെങ്കിൽ എവിടെ പോയിരിക്കുക എന്നുള്ളൊരവസ്ഥ അല്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മണിയും പറഞ്ഞിരുന്നു, മറ്റേ ചിന്താവിഷ്ടയായ ശ്യാമള എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ ആ ശ്രീനിവാസിൻ്റെ ക്യാരക്ടർ. ഐ മീൻ കർമ്മസന്യാസം എന്ന് പറഞ്ഞിട്ടാണ് ഓടിപ്പോയത്. പക്ഷെ അതല്ല കർമ്മസന്യാസം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ചില സീനൊക്കെ ഉണ്ട് അതിൽ, അല്ലേ? എക്സാക്ട്ലി വാട്ട് കർമ്മസന്യാസം ഈസ് അബൌട്ട് സംഘം നസിക്കലാണ്. അതായത് സംഘം വിത്ത് വാട്ട്, ബോഡി മൈൻഡ് ആൻഡ് ഇൻ്റലക്ട്. എന്നിട്ട് സെൽഫിനോട് സംഗമിക്കുക, അതാണ് റിനൗൺസിയേഷൻ, കർമ്മസന്യാസം എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ പ്രാക്ടിക്കൽ വേ ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ്. ആൻഡ് ദെയർഫോർ this ends the 5th chapter titled Knowledge Based Renunciation. Om Srimad Bhagavad-Gita Upanishadsu Brahma Vidyayam Yoga Shastre Sri Krishna Arjuna Samvade Karma Sannyasa Yogo Nama Panjamodhyaya, the 5th chapter ending Knowledge Based Renunciation. So, we'll take a summary of it all, look at it. So initially we talked about one thing. What is that one thing? The one thing is about selflessness is equal to renunciation. അല്ലേ? സെൽഫ്ലെസ്നെസ് ഈസ് റിനൗൺസിയേഷൻ. അതാണ് ആദ്യം തുടങ്ങിയത്. ആദ്യത്തെ 5 അധ്യായ ശ്ലോകങ്ങളിൽ വേഴ്സസ്, ദ ഫസ്റ്റ് 5 വേഴ്സസ് talked about the fact that selflessness and renunciation are not 2 different paths, they are the same, one and the same. And this selflessness, creating selfless action, and then it created we talked about this, what selflessness, how selflessness will lead you to renunciation. How selflessness will lead you to renunciation. First of all, you understand that selflessness is equal to renunciation, because ultimately Krishna says selflessness will take you to renunciation, therefore it is the same. And how does selflessness take you to renunciation? Through the process of understanding what is detached action and what is detached action and what is attached action. Attached action is that which is driven by ego, mind, intellect, etc., and the senses, leading you to attachment. Whereas detached actions are powered by the choice of the self, destroying the ego and ultimately taking you to the state of the self. Being in the world, but not being the world in you, but not the world being in you. That is that state. This selflessness is about understanding the agency and agents of action. അപ്പോൾ എന്താണ് ഏജന്റ്? നമ്മളുടെ ഈ പറയുന്ന വാസനകളും ബുദ്ധി, മനസ്സ്, അതിൻ്റെ അഹങ്കാരം, മനസ്സിൻ്റെ ഇമോഷൻസ്, അതൊക്കെയാണ് അത്. ആൻഡ് ദേ ബിക്കം ദി ഏജൻസി, ആൻഡ് ദെയർഫോർ ദ പവർ ഓഫ് ദ സെൽഫ്
is just the carrier of all the emotions and other things. Ultimately, we engage in this world with attractions. അപ്പോൾ അത് ഇല്ലാണ്ട് if we understand that the gunas are what makes you different and all actions are there, it is in the mind and intellect that actions are taking place, then we understand that self is merely the witness. Adana, that is what renunciation is. Self is merely the witness എന്ന് മനസ്സിലാക്കലാണ് renunciation. That process. Adana 6 to 12. And then in verses 13 to 17, renunciation from renunciation. അപ്പോൾ നമ്മൾ ഫസ്റ്റ് selflessness is equal to renunciation. Selflessness is from selflessness how to reach renunciation, renouncement, that state of mind, and from renunciation to limitlessness എന്ന് പറയുന്ന മനസ്സിൻ്റെ ഉള്ളിലത്തെ ഈ പറയുന്ന ഡെമൺസിനെയൊക്കെ കൊന്ന് നശിപ്പിച്ച് നമ്മൾ സെൽഫിൽ അധിഷ്ഠിതമായിട്ട് വിസ്ഡത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിച്ച് ഫ്രീഡം ലഭിക്കുന്ന മോക്ഷം ലഭിക്കുന്ന അവസ്ഥ. എന്നിട്ട് ദെൻ ഫൈനലി വി ടോക്ക്ഡ് അബൌട്ട് ദി പ്രോസസ്സസ്. അപ്പോൾ അതിന് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നൊരു വിഷൻ അതുണ്ടാവണം ആദ്യം. ദാറ്റ് ഈസ് 18 to 21. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് then there is this process elaborated, that process of renunciation, the path to peace and fulfillment. The diagram of the process of renunciation is given there with 22 to 29 ശ്ലോകങ്ങളിലെ path of peace and fulfillment എന്ന് പറയുന്നത്. This is basically what 5th chapter is. The 5th chapter talking about what? But therefore, what is the 5th chapter talking about? It is talking about 1 to 5. Selflessness is equal to renunciation. Selfless actions and renunciation in action are not two different paths. Perfection reached by knowledge-based renunciation is also reached by selflessness in action. That is selflessness is equal to renunciation. And then selflessness leads you to renunciation. If we sublimate our likes and dislikes, our actions become detached. Senses and the mind drive our actions എന്നുള്ളത് മനസ്സിലാക്കണം. Equanimity and equipoise, devoid of selfish goals, lead you to renunciation. Then renunciation is the path to limitlessness. Self is merely the enlivener, not the agency for action or the longing of the results of the actions. Knowledge of the self is thus a great redeemer. And then the vision of unity in diversity. Self-knowledge helps provide the vision of unity in diversity. Self is rooted in equanimity and equipoise. Hence, minds rooted in knowledge of the self rests in the infinite. അങ്ങനെ സെൽഫിൽ നമ്മൾ ആത്മതത്വത്തിൽ അധിഷ്ഠിതമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ബ്രഹ്മത്തിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്നതിന് തുല്യമാണ്. ആൻഡ് അൾട്ടിമേറ്റ്ലി ദ പാത്ത് ടു പീസ് ആൻഡ് ഫുൾഫിൽമെൻറ്റ്. ഇഫ് വി വിത്ത്സ്റ്റാൻഡ് എ സെൽഫിഷ് ആങ്കർ, ആൻഡ് ഒറ്റ വഴിയാണ് സെൽഫിഷ് ആങ്കറും ഡിസയറും ആങ്കറും തട്ടിക്കളയുക. വി വിൽ ബി എൻഡ്ലെസ്ലി ഹാപ്പി. Subduing our mind and senses lead you to equanimity. Being motivated by the joys of the self brings in equipoise. അപ്പോൾ subduing our mind and senses, equanimity-ലേക്കും being completely motivated by the joys of the self, intellectual state, that brings in equipoise. Equanimity and equipoise are thus, the goal that is achieved through the process of eliminating selfish desires and anger. Self is the power of sacrifice that is inside us. Self, who are you? I am the sacrifice, the power of sacrifice. എൻ്റെ ഉള്ളിലുള്ള സാക്രിഫൈസ്, യജ്ഞഭാവം, അതാണ് ത്യാഗഭാവം. ത്യാഗഭാവങ്ങളാണ് സെൽഫ് എന്ന് പറയുന്നത്. ഈശ്വരൻ ആരാണ്? എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ആ ഈശ്വരൻ. ഹു ഈസ് ദറ്റ്? ഹി ഈസ് ദ പവർ ഓഫ് സാക്രിഫൈസ് ആൻഡ് ഓസ്റ്ററിറ്റീസ്. സെൽഫ് is the Lord, and therefore the self becomes the Lord of the world that we create, which is lasting, sustainable world that we create. സെൽഫ് ഓൾസോ ഈസ് യുവർ ഡിയറസ്റ്റ് ഫ്രണ്ട്. ഭക്തൻ, നമ്മൾ ഭക്തന്മാരാകുന്നു ആ സെൽഫിൻ്റെ. ദ ബോഡി മൈൻഡ് ആൻഡ് ഇന്റലക്ട് ബിക്കംസ് ദ ഭക്ത. അർജുന ബിക്കംസ് ദ ഭക്ത. അർജുനൻ ഭക്തനാണ്, കൃഷ്ണൻ്റെ ഭക്തനാവുന്നു. സെൽഫ് ഈസ് അവർ ഡിയറസ്റ്റ് ഫ്രണ്ട്. ടാപ്പ് ദാറ്റ് പവർ ഓഫ് ദ സെൽഫ്. എൻജോയ് പീസ് ആൻഡ് ഫുൾഫിൽമെൻറ്റ്. അതാണ്, ദാറ്റ് ഇസ് എ മെസ്സേജ് ഓഫ് ദ 5th ചാപ്റ്റർ. സോ നമ്മൾ ഇതുവരെ കേട്ടത് 1. പ്രാക്ടീസ് ഓഫ് സെൽഫ്ലെസ്നെസ്, കർമ്മയോഗ. 2. നോളജ് ബേസ്ഡ് ഫൈൻ ട്യൂണിങ്, ജ്ഞാനകർമ്മയോഗ. 2nd, ജ്ഞാനകർമ്മയോഗ. 3rd, renunciation of personal goals, കർമ്മസന്യാസം, റിസൾട്ടിങ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ ഇൻ ആക്ഷൻസ്. അങ്ങനെ വരുമ്പോൾ പെർഫെക്ഷനിലേക്ക് എത്തും. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ. ദിസ് സ്റ്റേറ്റ് ഓഫ് ഫ്ലോ ഈസ് കോൾഡ് ആസ് ദ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ, ഇങ്ങനെ ഈ നിർവൃതിയിൽ അധിഷ്ഠിതമായിട്ട് നമ്മളുടെ
സാക്രിഫൈസസിൽ അധിഷ്ഠിതമായിട്ട്, ഓസ്റ്റെറിറ്റീസിൽ അധിഷ്ഠിതമായിട്ട് ഈ സ്വാർത്ഥ താല്പര്യങ്ങളെല്ലാം മാറ്റി നിർത്തി വികാരങ്ങൾക്ക് അടിമപ്പെടാണ്ട്, സെൽഫിഷ് ഡിസയേഴ്സ് ആൻഡ് ആങ്കർ, വികാരങ്ങൾക്ക് അടിമപ്പെടാണ്ട് നമ്മൾ പ്രവർത്തന മേഖലകളിൽ ഈ ലോകത്തിൽ വ്യാപരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ വ്യാപരിക്കുന്ന സ്റ്റേറ്റിനെയാണ് സ്റ്റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മൈൻഡ് ദാറ്റ് ഈസ് റിക്വയർഡ് ടു എക്സിസ്റ്റ് ഇൻ ദിസ് കൈൻഡ് ഓഫ് എ സ്റ്റേറ്റ്? സെൽഫ്ലെസ്നെസ്, focus on the joys of the self, disinclined to temptations, renouncing temptations, setting higher goals, renouncing lower goals, and fearless and peaceful. ആ ഫിയർലെസ്നെസ് ആൻഡ് പീസ്ഫുൾനെസ് ഒക്കെ പിന്നീടും നമ്മൾ ഇനി അതിനെപ്പറ്റി പറയും. ദാറ്റ് ധീരത, ധീരന്മാരായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ധീയിൽ രമിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ധീരന്മാർ. ധീ എന്ന് പറഞ്ഞാൽ ആ സട്ടിൽ ഇൻ്റലക്റ്റിനെയാണ് പറയുന്നത്. ദി സെൽഫ് അല്ലെങ്കിൽ സെൽഫിൻ്റെ വിസ്ഡത്തിൽ രമിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ ധീരഹ, ധീര, ധീയിൽ രമിച്ചുകൊണ്ടിരിക്കുന്നവൻ, ധീര, ഫിയർലെസ് ആൻഡ് പീസ്ഫുൾ ആയിട്ട് നമ്മൾ മാറുന്നു. And this is the subject of our next also. A meditative state of mind is characterized by faith and determination, productivity, and the fertility to spark creative thoughts. അപ്പം നമ്മൾ ഇതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ ശക്തി ഉപയോഗിച്ച്, സെൽഫ് എഫേർട്ട് ഉപയോഗിച്ചിട്ട് ആത്മതത്വത്തിനെ പുറത്തേക്ക് എടുപ്പിച്ച് മനസ്സ്, ബുദ്ധി, ശരീരത്തിലൂടെ പ്രവർത്തിപ്പിച്ച് ഇറ്റ് ബിക്കംസ് ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. വി ഷാൽ ബി സീയിങ് ഇൻ ഡീറ്റെയിൽ every aspect of this meditative state, the purpose of meditation, the nature of a meditative mind, and the various prerequisites for reaching that state of meditation. This is the subject of the next chapter, which is the understanding of the state of flow, or adine dhyana yogam, chapter 6, from next week. Okay. We will stop it now and we can discuss, but before discussing, let us just complete through our prayer. Purnamada Purnamidam Purnat Purnamudachyate पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते.